بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കൽ നിർബന്ധമായ നിസ്കാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കിതാബിൽ നിന്നാണ് നമ്മൾ വായിച്ചു വരുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ 4 ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു ആ 4 കാര്യങ്ങൾ? ഒന്ന്, അൽ ഇസ്ലാം. ഒന്ന് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. 2, അൽ അഖ്ലു, ബുദ്ധി ഉണ്ടായിരിക്കണം. 3, തമീസ്, വകതിരിവുണ്ടായിരിക്കണം. 4, റഫഉൽ ഹദസ്, അഥവാ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കുക എന്ന് പറഞ്ഞാൽ വഹുവൽ വുദു അൽ മഅറൂഫ്, വുദു ആണ് അതുകൊണ്ട് ഉദ്ദേശം. വുദു ചെയ്യുക. 4ാമത്തെ ഷർത്ത് വുദു ആണ്. വുദുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പിന്നീട് ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വുദുവിൻ്റെ ഷർത്തുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. വുദുവിൻ്റെ ഷർത്തുകൾ എത്രയാണ്? 10 എണ്ണമാകുന്നു. ശുറൂത്തുഹു 10, 10 ഷർത്തുകളാണ് വുദുവിനുള്ളത്. ഏതൊക്കെയാണ്? അൽ ഇസ്ലാം, അൽ അഖ്ൽ, തമീസ്. അത് 3ഉം നമ്മൾ മുന്നേ പഠിച്ച ഷർത്ത് തന്നെയാണ്. 4ാമത്തെ ഷർത്ത് വന്നിയ്യതു വസ്തിസ്ഹാബു ഹുക്മിഹ ബിഅൻ ലാ യൻവിയ ഖത്അഹ ഹത്താ തതിമ്മ തഹാറതുഹു. നിയ്യത്തുണ്ടായിരിക്കണം. ആ നിയ്യത്ത് വുദു അവസാനിക്കുന്നത് വരെ കൂടെ ഉണ്ടായിരിക്കുകയും വേണം. അതിനിടയിൽ വുദു മുറിക്കുന്നു, അതല്ലെങ്കിൽ പിന്നീട് വുദു ചെയ്യാം എന്നൊരാൾ കരുതിയാൽ അതോടുകൂടി അയാളുടെ നിയ്യത്ത് പോയി. പിന്നീട് വീണ്ടും വുദു എടുക്കണം, പുതുക്കണം. 4, വൻഖിതാഉ മൂജിബിൻ, വുദു നിർബന്ധമാക്കുന്ന വല്ലതും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് നിൽക്കണം, അത് മുറിയണം. 5, വസ്തിൻജാഉൻ ഔ ഇസ്തിജ്മാറുൻ ഖബ്ലഹു, വുദുവിന് മുന്നേ തന്നെ ഒന്നല്ലെങ്കിൽ വെള്ളം കൊണ്ട് അതല്ലെങ്കിൽ കല്ലുകൾ അതുപോലെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ശുചീകരണം ചെയ്യണം. 6, വതുഹൂരിയതു മാഇൻ, വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം. 7, വ ഇബാഹത്തുഹു, അത് ഹലാലായിരിക്കണം, അനുവദനീയമായ വെള്ളമായിരിക്കണം. 8, വ ഇബാഹത്തുഹു. 9, വ ഇസാലതു മാ യംനഉ വുസൂലഹു ഇലൽ ബശറ, തൊലിയിലേക്ക് വെള്ളം തട്ടാൻ, വെള്ളം കയറാൻ തടസ്സമാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കിയിരിക്കണം. 10, വ ദുഖൂലുൽ വഖ്തി അലാ മൻ ഹദസുഹു ദായിമുൻ ലിഫർദിഹി, സ്ഥിരമായി അശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഫർദിന് വേണ്ടി സമയമായാലാണ് വുദു ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ 10 ഷർത്തുകൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാ. ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഈ ഷർത്തുകൾ അറബി അടക്കം പഠിച്ചാൽ ഖൈർ. ഇനി അറബി ഇല്ല എങ്കിൽ മലയാളമെങ്കിലും പഠിച്ചിരിക്കണം. 10 ഷർത്തുകൾ പഠിച്ചിരിക്കണം. കാരണം അതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതായി പോയാൽ നമ്മൾ തിരിച്ചറിയണം. ശേഷം ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം
വുദൂഇന്റെ ഫർളുകളെ കുറിച്ചാണ് പറയുന്നത്. കിതാബ് നോക്കുക എല്ലാവരും. കിതാബില്ലേ കയ്യിൽ? കിതാബ് നോക്കുക. വഅമ്മാ ഫുറൂദുഹു ഫസിത്തത്തുൻ, വഅമ്മാ ഫുറൂദുഹു ഫസിത്തത്തുൻ. വുദൂഇന്റെ ഫർളുകൾ എത്രയാണ്? വുദൂഇന്റെ ഫർളുകൾ കിതാബ് നോക്കാതെ ആരാ പറയാ? എത്ര? ആരാ പറയാ വുദൂഇന്റെ ഫർളുകൾ? ശൈഖുമാർക്ക് ബേക്കില. എത്രയാണ് വുദൂഇന്റെ ഫർളുകൾ? ഫസിത്തത്തുൻ. സിത്തത്തുൻ എന്ന് പറഞ്ഞാല് 6 എണ്ണമാകുന്നു. വുദൂഇന്റെ ഫർളുകൾ 6 എണ്ണമാകുന്നു. വുദൂഇന് 6 ഫർളുകളാണ് ഉള്ളത്. അത് ഓർമ്മിച്ച് വെക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്തുകൾ പറഞ്ഞു. എത്രയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ പറഞ്ഞത്? തിസ്അത്തുൻ, 9 എണ്ണം. വുദൂഇന്റെ ഷർത്തുകൾ എത്ര? 10. വുദൂഇന്റെ ഫർളുകൾ 6. ഇങ്ങനെ എണ്ണം ഓർമ്മിച്ച് വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് വായിക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ വരും. ഇത് പണ്ട് മദ്രസയിൽ പഠിച്ചതാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ പിന്നെയും വളർന്നു വലുതായപ്പോഴും ഇത് കേൾക്കാനും പഠിക്കാനും വീണ്ടും അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇനി ചിലപ്പോൾ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. എപ്പോഴെപ്പോഴും ചിലപ്പോൾ ഇത് പഠിക്കൂല. അത് പഠിച്ചത് നമ്മൾ അമലാക്കിയാൽ, ഓർമ്മിച്ച് വെച്ചാൽ അത് ഖൈറായിരിക്കും ഇൻഷാ അല്ലാഹ്. വഅമ്മാ ഫുറൂദുഹു ഫസിത്തത്തുൻ. വുദൂഇന്റെ ഫർളുകൾ 6 എണ്ണമാകുന്നു. 1 ഗസ്ലുൽ വജ്ഹി. ഒന്നാമത്തേത് ഗസ്ലുൽ വജ്ഹ്, മുഖം കഴുകൽ. വമിൻഹു, ആ മുഖം കഴുകൽപ്പെട്ടതാണ് അൽ മദ്മദതു വൽ ഇസ്തിൻഷാഖു, വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ കയറ്റി ചീറ്റലും അതിൽപ്പെട്ടതാണ്. മനസ്സിലായോ? മുഖം കഴുകുക എന്നതിലാണ് വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ കയറ്റി ചീറ്റലും ഉൾപ്പെടുക. വഹദ്ദുഹു, എവിടെയാണ് മുഖം എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ പരിധി എത്രയാണ്? തൂലൻ. വഹദ്ദുഹു തൂലൻ, നീളത്തിൽ മുഖത്തിന്റെ പരിധി എന്നത് മിൻ മനാബിത്തി ശഅരി റഅസി ഇല ദഖനി, തലമുടി മുളക്കുന്ന ആ സ്ഥലം മുതൽ താടി എല്ലുകൾ കൂടുന്നത് വരെയാണ് മുഖത്തിന്റെ നീളത്തിലുള്ള അളവ്. അപ്പൊ മുഖം കഴുകുമ്പോൾ നമ്മൾ എവിടം വരെ കഴുകണം? തലമുടി മുളക്കുന്ന സ്ഥലം എവിടെ? ഇവിടെയാണ് തലമുടി മുളക്കുന്ന സ്ഥലം എൻ്റെത്. ഓരോരുത്തരുടെയും എവിടെയാണോ അവിടെ നിന്നാണ് ആരംഭിക്കുക. എവിടെ വരെ നീളണം? ഇല ദഖൻ. ദഖൻ എന്ന് പറഞ്ഞാൽ 2 താടി എല്ലുകൾ കൂടുന്ന സ്ഥലമാണ് ദഖൻ, ഇവിടം വരെ. ഇതാണ് നീളത്തിൽ മുഖത്തിന്റെ അളവ്. വഅർദൻ, ഇനി മുഖത്തിന്റെ വീതിയിലുള്ള അളവ് ഇലാ ഫുറൂഇൽ ഉദുനൈൻ, 2 ചെവിക്കുറ്റി അഥവാ നമ്മുടെ മുഖത്തിന്റെ ഈ ഭാഗം, ചെവി ആരംഭിക്കുന്ന സ്ഥലം വീതി. ഇതാണ് വീതിയിൽ പരിഗണിക്കുക. ഈ അറ്റം മുതൽ ഈ അറ്റം വരെ. ചെവി അതിൽ പെടുവോ? ഇല്ല, ചെവി മുഖത്തിൽ പെടുകയില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പൊ ഇതാണ് മുഖത്തിന്റെ അളവ്. ഈ ഭാഗം മുഴുവനും കഴുകിയിരിക്കണം. അതിലേക്ക് വരും, വിശദീകരിക്കും. 2 വഗസ്ലുൽ യദൈനി ഇലൽ മിർഫഖൈൻ, 2 കൈകൾ മുട്ട് ഉൾപ്പെടെ കഴുകുക. 3 വമസ്ഹു ജമീഇർ റഅസി വമിൻഹു അൽ ഉദുനാൻ, തല മുഴുവനും തടവുക. അതിൽപ്പെട്ടതാണ് 2 ചെവികൾ. വഗസ്ലുർ റിജ്ലൈനി ഇലൽ കഅബൈൻ, 4 2 കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകുക. 5 വത്തർതീബ്, തർത്തീബ് ഉണ്ടായിരിക്കുക അഥവാ വഴിയായി ഓരോന്നും ചെയ്യുക. 6 വൽ മുവാലാതു, തുടരെ ചെയ്യുക. ഈ 6ഉം വിശദീകരിക്കും. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞ ഷർത്തുകൾക്കുള്ള തെളിവ് എന്താണ്? ഇത് വെറുതെ പറഞ്ഞതാണോ? അല്ല, അതിനുള്ള തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിന്റെ ആയത്താണ് തെളിവ്. വുദൂഇന് പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്.
ഏതാണ് ആയത്ത്? സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇല സ്വലാത്തി, നിങ്ങൾ നിസ്കാരം ഉദ്ദേശിച്ചാൽ, നിസ്കാരത്തിന് സമയമായാൽ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക, വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, നിങ്ങളുടെ കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക, മുട്ടുവരെ കഴുകുക, വംസഹൂ ബിറൂസിക്കും, നിങ്ങളുടെ തലകൾ തടവുക, വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇത് പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ വന്നതാണ്. ഇവിടെ എല്ലാം ബഹുവചനമായിട്ടാണ് പറഞ്ഞത്. വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ. ഒരാൾക്ക് എത്ര മുഖം ഉണ്ടാവും? ഒരു മുഖമുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് മുഖങ്ങൾ എന്ന് പറയാൻ കാരണം? യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ എന്നാണ് വിളിച്ചത്. മുഅ്മിനുകളെ എന്നത് ബഹുവചനമാണ്, മുഅ്മിനുകളെ മുഴുവനും വിളിച്ചതാണ്. എന്നിട്ട് പറയുമ്പോൾ നിങ്ങളുടെ മുഖങ്ങൾ എന്ന് പറഞ്ഞതാണ്. സംശയം വരണ്ട എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഫഗ്സുലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക, അതിൽ മുഖം വന്നു. വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, കൈകൾ മുട്ടു ഉൾപ്പെടെ കഴുകുക, അത് വന്നു. വംസഹൂ ബിറൂസിക്കും, തലകൾ അഥവാ തല തടവുക. വഅർജുലക്കും ഇലൽ കഅബൈൻ, കാലുകളും കഴുകുക, നെരിയാണി വരെ. 4 ഫർളുകൾ ഈ ഒരൊറ്റ ആയത്തിൽ വന്നു. 4 ഫർളുകൾ. മുഖം വന്നു, കൈകൾ വന്നു, തല വന്നു, 2 കാലുകൾ വന്നു. പിന്നെ ഉള്ളത് തർത്തീബും മുവാലാത്തുമാണ്. വദലീലു തർത്തീബ്, തർത്തീബിനുള്ള തെളിവ് അൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. എന്താണ് ഹദീസ്? ഇബ്ദഉ ബിമാ ബദ അല്ലാഹു ബിഹി, അല്ലാഹു ആരംഭിച്ചത് കൊണ്ട് നിങ്ങൾ ആരംഭിക്കുക. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ വിശദീകരിക്കും. വദലീലുൽ മുവാലാത്ത്, 6-ാമത്തെ ഫർളായ മുവാലാത്ത്, തുടരെ തുടരെ ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള തെളിവ് ഹദീസു സാഹിബുൽ ലുംഅ, സാഹിബുൽ ലുംഅ അഥവാ ഒരു ഹദീസിന് പറയപ്പെടുന്ന പേരാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകളിൽ ചില ഹദീസുകൾ അറിയപ്പെടാറുണ്ട്. ഇപ്പൊ ഹദീസു ജിബ്രീൽ, ജിബ്രീലിന്റെ ഹദീസ് എന്ന് പറയാറുണ്ട്. അതുപോലെ സാഹിബുൽ ലുംഅ, ഒരാൾ വുദു എടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഭാഗത്ത് വെള്ളം എത്തിയിട്ടില്ല. ലുംഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, ഉണങ്ങിയ വെള്ളമെത്താത്ത സ്ഥലത്തിനാണ് ലുംഅ എന്ന് പറയുക. ആ വ്യക്തിയുടെ, ആ സഹാബിയുടെ ഹദീസാണ് ഇതിനുള്ള തെളിവ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിരിക്കുന്നു. ശബ്ദം أنه لما رأى رجلا في قدمه لمعة قدر الدرهم لم يصبها الماء فأمره بالإعادة. رسول الله صلى الله عليه وسلم ഒരു വ്യക്തിയെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഒരു ദിർഹമിൻ്റെ അത്രയും വലിപ്പത്തിൽ വെള്ളമെത്താതെ ഉണങ്ങിക്കിടക്കുന്നു. ഫഅമറഹു ബിൽ ഇആദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വുദു മടക്കാൻ കൽപ്പിച്ചു. അതാണ് അൽ മുവാലാത്തിനുള്ള തെളിവ്. ഇനി സഹോദരങ്ങളെ, ഓരോന്നും വിശദീകരിക്കേണ്ടതുണ്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ പറഞ്ഞു 4 ഷർത്തുകൾ, 4 ഫർളുകൾ ഒരൊറ്റ ആയത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 4 ഫർളുകൾ, അത് വളരെ എളുപ്പമാണ്. ആ ആയത്ത് പഠിച്ചാൽ വുദൂഇന്റെ 4 ഫർളുകൾ പഠിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറൂസിക്കും വഅർജുലഹും ഇലൽ കഅബൈൻ. ഈ ആയത്ത് വലിയ ആയത്താണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് പഠിച്ചാൽ 4 ഫർളുകൾ പഠിച്ചു. മുഖം വന്നു, കൈകൾ വന്നു, തല വന്നു, കാലുകൾ വന്നു. പിന്നെ 2 മാത്രം പുറത്തുനിന്ന് പഠിച്ചാൽ മതി. ഏതൊക്കെയാണത്? തർത്തീബും മുവാലാത്തും. ഗസ്ലുൽ വജ്ഹ്, ഒന്നാമത്തേത് ഗസ്ലുൽ വജ്ഹാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ആദ്യമായി പറഞ്ഞത് മുഖം കഴുകുക എന്നതാണ്. അതാണ് അതിൻ്റെ തർത്തീബ്, അതാണ് അതിൻ്റെ തർത്തീബ്. ആദ്യം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ
ഫഗ്സിലു വുജൂഹക്കും എന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ അതിൽ ഉൾപ്പെടുന്ന കാര്യമാണെന്ത്? അൽ മദ്മദതു വൽ ഇസ്തിൻഷാഖു, വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ കയറ്റി ചീറ്റലും മുഖം കഴുകുക എന്നതിലാണ് പെടുക. അപ്പം പൊതുവെ നമുക്ക് സംശയം ഉണ്ടാകും, വുളൂ ചെയ്യുമ്പോൾ നേരെ മുഖമല്ല കഴുകുക, പിന്നെന്താണ് ചെയ്യുക? വുളൂ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ വെള്ളത്തിൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം എന്ത് ചെയ്യും? 2 കൈകൾ കഴുകും. 2 കൈകൾ കഴുകുക എന്നത് വുളൂവിൻ്റെ ആരംഭത്തിൽ, വുളൂ തുടങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന കൈ കഴുകൽ അത് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവിടുത്തെ വുളൂ, അവിടുന്ന് ആരംഭിച്ചത് അങ്ങനെയാണ്. അത് സുന്നത്തായ കൈ കഴുകലാണ്. കൈ കഴുകൽ ചില സമയത്ത് നിർബന്ധമായി വരും. അതെപ്പോഴാണ്? ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ പാത്രത്തിലേക്ക് കൈ ഇടുന്നതിന് മുന്നേ അയാൾ ആദ്യം അയാളുടെ കൈകൾ കഴുകണം. അത് നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും വുദൂഇന്റെ തുടക്കത്തിൽ 2 കൈകൾ കഴുകുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. അതിനുശേഷം മുഖം കഴുകാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യമായി വായിൽ വെള്ളം കൊപ്പിളിക്കും. എങ്ങനെയാണ് എടുക്കേണ്ടത്? വലത് കൈയിൽ എടുക്കുക. എന്നിട്ട് വായിലും മൂക്കിലും ഒരുപോലെ, അപ്പോൾ കുറച്ച് വായിലേക്കും കുറച്ച് മൂക്കിലേക്കും കയറും. വായയിലുള്ളത് കൊപ്പിളിക്കണം. എന്താണ് കൊപ്പിളിക്കുക എന്ന് പറഞ്ഞാൽ? വായ മുഴുവനും അതിട്ട് കറക്കുക, എന്നിട്ട് അത് തുപ്പിക്കളയുക, മൂക്കിലുള്ളത് ചീറ്റിക്കളയുക. ഇതാണ് അൽ മദ്മദതു വൽ ഇസ്തിൻഷാഖു എന്ന് പറഞ്ഞാൽ. അതിനുശേഷം മുഖം കഴുകാൻ ആരംഭിക്കും. മുഖം കഴുകാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും വെള്ളമെടുക്കും, എന്നിട്ട് 3 അടിയാണ് മുഖത്തേക്ക്. അങ്ങനെ അടിക്കരുത്. അതല്ല വുദൂവിൻ്റെ രീതി. അങ്ങനെ അടിച്ചാൽ എന്ത് സംഭവിക്കും? 3 വട്ടം വെള്ളം മുഖത്തേക്ക് തെറിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ അളവ് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവുകയില്ല. തലമുടി മുളക്കുന്നത് മുതൽ നമ്മളിപ്പോൾ പറഞ്ഞ ആ പരിധി വരെ വെള്ളം എത്തണം. അപ്പോൾ സ്വാഭാവികമായി അവിടെ സംശയം ഉണ്ടാവും. മുടി മുന്നിൽ നിന്ന് പോയ കഷണ്ടിയുള്ള ആളുകൾ എവിടുന്ന് ആരംഭിക്കണം? ഒരാളുടെ മുടി മുൻഭാഗത്ത് നിന്ന് പോയിട്ടുണ്ട്, ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി എവിടുന്ന് ആരംഭിക്കണം? എവിടുന്നാണ് ആരംഭിക്കേണ്ടത്? തലമുടി സാധാരണ മുളക്കുന്ന അതാണ് പരിധി. സാധാരണ എവിടുന്നാണോ മുടി മുളക്കുക അതാണ് പരിധി. ഇപ്പോൾ ചില ആളുകൾ ഇത് കയറിയിട്ടുണ്ടാവും, ഒരുപാട് കയറിയിട്ടുണ്ടാവും ചിലപ്പോൾ. എന്ന് വിചാരിച്ചിട്ട് അവിടുന്നല്ല ആരംഭിക്കുക. പിന്നെയോ സാധാരണ മുടി എവിടെ നിന്നാണോ മുളക്കുക അവിടെ നിന്നാണ് കഴുകാൻ ആരംഭിക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് കഴുകാൻ ഇങ്ങനെ അടിക്കുന്നതിനേക്കാൾ ചെയ്യേണ്ടത് എന്താണ്? വെള്ളമെടുത്ത് മുഖത്തേക്ക് അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, വെള്ളം മുഖത്തേക്ക് എടുക്കുമ്പോൾ, മുഖം കഴുകുമ്പോൾ പ്രത്യേകം കൈകൾ ഈ കണ്ണിൻ്റെ ഈ ഭാഗം, അതുപോലെ ചെവിയുടെ ഈ ഭാഗം, അവിടെയൊക്കെ കൈകൾ, വിരലുകൾ എത്തിക്കണം. എന്നാലേ വെള്ളം മുഖത്ത് പിടിക്കുകയുള്ളൂ. പലപ്പോഴും വേഗത്തിൽ മുഖത്തേക്ക് വെള്ളമാക്കിയാൽ ചില സ്ഥലത്ത് വെള്ളം തട്ടിയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് കണ്ണുകൾ, അതിൻ്റെ പരിസരം ചുളിഞ്ഞ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെള്ളം എത്താൻ ശ്രദ്ധിക്കണം എന്ന് ചുരുക്കം. അത് സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നീളവും വീതിയും പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് അത് കൃത്യമായി പാലിക്കാൻ വേണ്ടിയാണ്. എങ്കിലേ മുഖം കഴുകി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ വുദൂ ശരിയാവുകയുള്ളൂ. അതുപോലെ താടിയുള്ള ആളുകൾ എന്ത് വേണം? താടി ഉള്ള ആളുകൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല താടി ഉണ്ടായിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണാം. താടി എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകളുടെ താടി ചെറിയ താടിയായിരിക്കും, അതല്ലെങ്കിൽ കട്ടി കുറഞ്ഞ അവസ്ഥയിലായിരിക്കും. എങ്കിൽ മുഖത്തിൻ്റെ കൂടെ കഴുകണം. അത് വെള്ളം സാധാരണ രൂപത്തിൽ കഴുകുന്ന അവസ്ഥയിലേക്ക് തന്നെ
എത്തണം. ഇപ്പോൾ ഇവിടെയൊക്കെ കവിൾ ഭാഗത്തൊക്കെ രോമുണ്ടാവും, താടി ഉണ്ടാവും, അപ്പം അത് കഴുകണം. ഇനി കട്ടിയുള്ള താടിയാണെങ്കിൽ മുഖം സാധാരണ രൂപത്തിൽ കഴുകുക, താടിയുടെ ഭാഗം ആ നനവ് കൊണ്ട് ചിക്കുക, താടി വിരലുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വുദൂ റിവായത്ത് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഖല്ലിലു ലിഹ്യതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ താടി രോമം വിരലുകൾ കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. യുഖല്ലിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇങ്ങനെ വിരല് പ്രവേശിപ്പിക്കുക എന്നതാണ്. ഇപ്പൊ കട്ടിയുള്ള താടിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യുക. പലപ്പോഴും ചില ആളുകൾ ന്യായം പറയാറുണ്ട്, ഞാൻ താടി വെക്കാത്തത് വുളു എടുക്കുമ്പോൾ വെള്ളം തട്ടാത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല താടി ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അവിടത്തേക്ക് നല്ല താടി ഉണ്ടായിരുന്നു, ചെറിയ ചോക്ലേറ്റ് താടിയല്ല, നല്ല താടി ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അവിടുത്തെ രൂപം, അവിടുത്തെ ശരീരത്തിൻ്റെ ഘടന, ഇതൊക്കെ വിശദീകരിക്കുന്ന പ്രത്യേകം കിതാബ് തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുഴുവനും വിശദീകരിക്കുന്നതായി പണ്ഡിതന്മാർ രചിച്ച കിതാബുകൾ നമുക്ക് കാണാം. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് കിതാബുണ്ട്, അതിൽ നമുക്ക് കാണാം. പറഞ്ഞു വന്നത്, മുഖം കഴുകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ അൽ ഇസ്തിൻഷാഖിന്റെ കാര്യം പറഞ്ഞു, മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക. നോമ്പുകാരനൊഴികെ ബാക്കി എല്ലാവരും നന്നായി മൂക്കിലേക്ക് വെള്ളം എത്തിക്കണം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നോമ്പുകാരൻ വല്ലാതെ മൂക്കിലേക്ക് കയറ്റരുത്, കാരണം ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിഞ്ഞു പോകും. അതുപോലെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവരും മൂക്കിലേക്ക് വല്ലാതെ കയറ്റരുത്. ഇതാണ് ഒന്നാമത്തെ ഫർദുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു, ഗസ്ലുൽ യദൈനി ഇലൽ മിർഫഖൈൻ. ഗസ്ലുൽ യദൈൻ, രണ്ട് കൈകൾ, ഇലൽ മിർഫഖൈൻ, എവിടെ വരെ കഴുകണം? കൈയുടെ മുട്ട് വരെ കഴുകണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ തന്നെ പറഞ്ഞതാണ്. ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്. ഖുർആനിലെ ആയത്ത് തന്നെ അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെ അങ്ങനെയാണ്. എവിടെ നിന്നാണ് കൈ ആരംഭിക്കേണ്ടത്? കൈ കഴുകുമ്പോൾ എവിടെ നിന്ന് ആരംഭിക്കണം? ഇവിടുന്ന് ആരംഭിച്ചാൽ മതിയോ? എവിടെ നിന്ന് ആരംഭിക്കണം? വിരലിൻ്റെ അറ്റത്ത് നിന്ന് ആരംഭിക്കണം. നമ്മൾ ആദ്യം കഴുകിയതോ അത് മതിയാവോ? ഇല്ല, ആദ്യത്തേത് മുസ്തഹബാണ്, സുന്നത്താണ്. ഈ പറഞ്ഞത് ഫർളാണ്. അതുകൊണ്ട് തന്നെ ആദ്യം കഴുകിയത് അത് സുന്നത്തായി പരിഗണിക്കണം. പിന്നീട് കൈകൾ കഴുകുമ്പോൾ വിരലിൻ്റെ അറ്റം മുതൽ ഇങ്ങോട്ട് കഴുകണം. അതും കൈ മുട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട് നനയാൻ, പ്രത്യേകിച്ച് ആ ഭാഗം ചുളിവുള്ള ഭാഗമാണ്. അതുപോലെ ഫുൾ കൈ വസ്ത്രമാണെങ്കിൽ അത് നന്നായി കയറ്റണം, ആ നിലക്ക് തയ്പ്പിക്കുക. എന്നിട്ട് നന്നായി മുകളിലേക്കെടുത്ത് അവിടെ വെള്ളം എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ഇങ്ങോട്ട് കയറൂല, പിന്നെന്ത് ചെയ്യും? ഇങ്ങനെ ആക്കിയിട്ട് വിടും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞതാണ്, ഫർളാണത്. അവിടെ വെള്ളം എത്തിയില്ല എങ്കിൽ, നനഞ്ഞില്ല എങ്കിൽ വുദൂ ശരിയാവുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. വുദൂവിൻ്റെ ഫർളാണത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തേത് സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞു ആയത്തിൽ വന്നതുപോലെ മസ്ഹുർ റഅസ് എന്ന് പറഞ്ഞാൽ തല തടവുക. മുഖം കഴുകണം, കൈകളും കഴുകണം, തല എന്ത് വേണം? തടവലാണ്. മസ്ഹ് എന്നാണ് ആയത്തിൽ വന്നത്. വംസഹു ബിറുഊസികും എന്നാണ് ശൈഖ് ഇവിടെ പറഞ്ഞപ്പോൾ വമസ്ഹു ജമീഇർ റഅസി എന്ന് പറഞ്ഞു, തല മുഴുവനും തടവുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം?
പലപ്പോഴും നമ്മൾ പണ്ടേ പഠിച്ചത് ശാഫിഈ മദ്ഹബിൻ്റെ ആളുകളായി അറിയപ്പെടുന്ന മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചത് തല ഇങ്ങനെ തോണ്ടാനാണ്, തല ഇങ്ങനെ തടവാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഖുർആനിലും സുന്നത്തിലും തല മുഴുവൻ എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വംസഹൂ ബിറുഊസിക്കും എന്നാണ്, നിങ്ങളുടെ തലകൾ തടവുക അഥവാ തല തടവുക. മിൻ ബഅദി റുഊസിക്കും എന്നല്ല, നിങ്ങളുടെ തലകളിൽ നിന്ന് അല്പം അല്ലെങ്കിൽ തലയിൽ നിന്ന് അല്പം എന്നല്ല പറഞ്ഞത്. പിന്നെയോ തല എന്ന് പറഞ്ഞു. ഈ ആയത്തിനെ ഇനി വ്യാഖ്യാനിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അവിടുന്ന് എങ്ങനെയാണ് ഈ ആയത്ത് നടപ്പിലാക്കിയത്, അവിടുന്ന് എങ്ങനെയാണ് വുദൂ ചെയ്തത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ നമുക്ക് കാണാം, ഫമസഹ ബിറഅസിഹി, അവിടുന്ന് തല തടവി. തല കഴുകാൻ പാടില്ല, തല തടവണം. ഫഅഖ്ബല ബിഹി വഅദ്ബറ മറത്തൻ വാഹിദതൻ, അവിടുന്ന് മുൻഭാഗത്ത് നിന്ന് പിന്നിലേക്ക് കൈ കൊണ്ടുപോയി, അതേപോലെ ആ കൈ മുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എത്ര തവണ? മറത്തൻ വാഹിദതൻ, ഒരു തവണ എന്ന് ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ നമുക്ക് കാണാം. ഇമാം അൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹിൽ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അതിൽ ശരിയായ രൂപത്തിൽ കുറച്ചുകൂടി വിശദീകരണമുണ്ട്. വുദൂ പഠിപ്പിക്കുന്ന ഹദീസാണത്. അങ്ങനെ തലയുടെ ഭാഗം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ റഅസഹു ബിയദൈഹി, അവിടുത്തെ രണ്ട് കൈകൾ കൊണ്ട് തല തടവി. അപ്പൊ എന്ത് മനസ്സിലായി? വെള്ളം ഇങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ തലയിൽ നിന്ന് ഇങ്ങനെ ഒരു കൈയോട് തോണ്ടലല്ല എന്ന് മനസ്സിലായി. രണ്ട് കൈകൾ കൊണ്ട് തല തടവി എന്നാണ്. അപ്പൊ നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, പൈപ്പ് എന്നുള്ളിടത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആ കാലത്ത് ഒരു കൈ കൊണ്ട് ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകൾ കൊണ്ട് തല തടവി. എങ്ങനെയാണ് തടവിയത്? ഫഅഖ്ബല ബിഹിമാ വഅദ്ബറ, ആ രണ്ട് കൈകളും മുൻപിൽ നിന്ന് പിന്നിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി വിശദീകരിക്കുന്നു, ബദഅ ബിമുഖദ്ദമി റഅസിഹി, തലയുടെ മുൻപിൽ നിന്ന് അവിടുന്ന് ആരംഭിച്ചു. ഹത്താ ദഹബ ബിഹിമാ ഇലാ ഖഫാഹു, മുൻപിൽ നിന്ന് ആരംഭിച്ച് അവിടുത്തെ തലയുടെ പിൻഭാഗത്തേക്ക് രണ്ട് കൈകളും കൊണ്ടുപോയി. ثم ردهما الى المكان الذي بدأ منه, എന്നിട്ട് എവിടെ നിന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത് അവിടേക്ക് ആ കൈകൾ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ എങ്ങനെയായിരിക്കും? അങ്ങനെയായിരിക്കും. രണ്ട് കൈകൾ വെള്ളമെടുത്ത് രണ്ട് കൈകൾ തലയിലേക്ക് വെച്ച് ആദ്യം പിന്നിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് അവിടുന്ന് തിരിച്ച് ഇതേപോലെ കൊണ്ടുവരിക. ഇതാണ് തല തടവുന്ന രൂപം. ഇത് സഹോദരങ്ങളെ ഖുർആനിലും സുന്നത്തിലും ഇതാണ് സ്ഥിരപ്പെട്ടത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെതിരായി പണ്ടേ പഠിച്ചതല്ലേ എന്ന് ന്യായം പറഞ്ഞാൽ നാളെ റബ്ബിന്റെ മുന്നിൽ അതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് ചുരുക്കം. ثم غسل رجليه, ഹദീസിന്റെ ബാക്കി പിന്നീട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പൊ തല തടവലാണ്, കഴുകലല്ല. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുടിയില്ലാത്ത ഒരാൾ എന്ത് ചെയ്യണം? മുടിയില്ല എന്ന് വിചാരിക്കുക, തീരെ മുടിയില്ല, എന്ത് ചെയ്യണം? ആ ഉള്ളത് തടവണം. മുടിയില്ലാത്ത ഒരാൾ തല തടവണം. മുടി ഇല്ലെങ്കിൽ കൂടി ഈ പറഞ്ഞ രൂപത്തിൽ തടവണം. അത് മസ്അലയാണ്, സംശയം പൊതുവെ വരാറില്ല, എങ്കിലും പറഞ്ഞു എന്ന് മാത്രം. അത് എത്ര തവണ ചെയ്യണം? ഒരു തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഒരു തവണ ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് പൊതുവെ നമുക്കറിയാം, എല്ലാം 3 തവണ ചെയ്യും. 3 തവണ ചെയ്യും. ഹദീസിൽ 1 തവണ വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്, 3 തവണയും വന്നിട്ടുണ്ട്. എല്ലാ അവയവങ്ങളും 1 തവണയും 2 തവണയും 3 തവണയും വന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് നിർബന്ധമായി 1 തവണ കഴുകിയാൽ വുദൂ ശരിയായി. ഒരാൾ 1 തവണ കൈ കഴുകി, അതുപോലെ 1 തവണ മുഖം കഴുകി, 2 കൈകളും ഓരോ തവണ കഴുകി, എന്നിട്ട് തല തടവി 1 തവണ കാലും കഴുകി, വുദൂ ശരിയാകും. 2 തവണ കഴുകിയാൽ
ശരിയാകും. 3 തവണ എന്നത് പരിപൂർണതയാണ്. എന്നാൽ തലയുടെ ഭാഗം പറഞ്ഞപ്പോൾ 1 തവണ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അതങ്ങനെയാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും പഠിപ്പിച്ചത്. നമ്മൾ അത് ചെയ്താൽ മതി. അതോടൊപ്പം സഹോദരങ്ങളെ, ആ സന്ദർഭത്തിൽ ആ സ്ഥലത്ത് ചില അബദ്ധങ്ങൾ പല ആളുകളും പൊതുവെ ജനങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുള്ള കാര്യമാണ് പിരടി, തലയുടെ കൂടെ പിരടി കൂടി തടവുക എന്നുള്ളത്. ഇപ്പൊ തല തടവും അതിൻ്റെ ബാക്കി കൊണ്ട് പെരടി ഒന്ന് തടവും. അത് പാടില്ല, അത് തെറ്റാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അവയവം വർദ്ധിപ്പിക്കലാണ്. മുഖവും കൈകളും തലയും കാലും ഒക്കെ കൃത്യമായി പറഞ്ഞു, കഴുത്ത് പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ വക അത് പുതുതായി കൊണ്ടുവരൽ ആയിത്തീരും. അതുകൊണ്ട് അത് ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അത് ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഖിബിലക്ക് നേരെ മുന്നിട്ട് കൊണ്ട് മാത്രമേ വുദൂ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇല്ല. ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് മാത്രമേ വുദൂ ചെയ്യാൻ പാടുള്ളൂ എന്നത് അങ്ങനെ നിർബന്ധമോ സുന്നത്തോ ആയ ദലീലുകൾ ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ, അപൂർവം ചില ആളുകൾ വുദൂവിൻ്റെ സന്ദർഭത്തിൽ സംസാരിക്കുക എന്നത് വുദൂ മുറിയും, അതല്ലെങ്കിൽ വുദൂവിന് തകരാറ് സംഭവിക്കും എന്ന് വിശ്വസിക്കാറുണ്ട്. അതിനും പ്രത്യേകിച്ച് തെളിവില്ല. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, വെള്ളം ഇസ്രാഫാക്കി കളയരുത്. ഇപ്പൊ പൈപ്പ് നല്ല ഫോഴ്സുള്ള വെള്ളമാണെങ്കിൽ ഒരൊറ്റ തിരിയാണ് ഉള്ള, ഫുൾ സ്പീഡിൽ വെള്ളം തിരിച്ചുകൊണ്ട് വുദൂ എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു മുദ്ദ് കൊണ്ട് വുദൂ എടുത്തു എന്ന് കാണാം. ഒരു മുദ്ദ് കൊണ്ട് വുദൂ എടുത്തു എന്ന് കാണാം. ഒരു മുദ്ദ് വെള്ളം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്തിട്ടുണ്ട്. ഒരു മഗ്ഗിൽ വെള്ളമെടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വുദൂ എടുത്ത് നമ്മൾ പരിശീലിച്ച് നോക്കണം. ഒരു ചെറിയ മഗ്ഗിൽ എന്നിട്ട് വുദൂ എടുത്ത് നോക്കണം. 3 തവണ നല്ല വൃത്തിയിൽ വുദൂ ചെയ്താലും ആ വെള്ളം മതിയാവും. നമ്മൾ ചെയ്തു നോക്കിയാൽ മനസ്സിലാകും, അത് മതിയാകും. പൊതുവെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ വെള്ളമുണ്ട്, പൈപ്പിലൂടെ വരുന്നുണ്ട് എന്ന് വിചാരിച്ചത് ഇസ്രാഫാക്കി കളയരുത്. അത് പൊതുവെ എല്ലാ കാര്യത്തിലും വലാ തുസ്രിഫു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അമിത വ്യയം കാണിക്കരുത്, അമിതമായി പാഴാക്കി കളയരുത്, ഒന്നും പാഴാക്കി കളയരുത്. സമ്പത്തായാലും ശരി, ആരോഗ്യമായാലും ശരി, വെള്ളമായാലും ശരി, എന്തായാലും ശരി, അത് ഏതായാലും അള്ളാഹുവിൻ്റെ നിഅമത്ത് പാഴാക്കി കളയരുത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അധികം ആളുകളും ചെയ്യാറുള്ള ഒരു അബദ്ധമാണ്. മേൽ പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇത് മിക്ക സമയത്തും സംഭവിച്ചു പോവാറുണ്ട്. അത് നമ്മൾ പ്രത്യേകം ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കുക. വമിൻഹു അൽ ഉദ്നാൻ, തല തടവുന്നതിൻ്റെ കൂടെയാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ചെവി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു അവിടുത്തെ വുദൂ. അഥവാ വേറെ വെള്ളം എടുക്കണമെന്നില്ല. തല തടവിയ ആ കൈ കൊണ്ട് തന്നെ ചെവി തടവിയാൽ മതി. എങ്ങനെയാണ് ചെവി തടവേണ്ട രൂപം? 2 ചൂണ്ടുവിരലുകൾ ചെവിയുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. എന്നിട്ട് അതുകൊണ്ട് ചെവിൻ്റെ ഉള്ള് തടവുക. 2 തള്ളവിരൽ കൊണ്ട് പുറം ഭാഗവും തടവുക. ഇതാണ് ചെവി തടവുന്ന രൂപം. ഇത് എല്ലാവർക്കും അറിയാലോ. ഇനി അറിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ പരിശീലിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത വുദൂ. പൊതുവെ ആദ്യമായി കേൾക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ശത്രുക്കളായി മാറരുത്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അന്നാസു അഅദാഉ മാ ജഹിലു. ജനങ്ങൾ അവർക്കറിവില്ലാത്ത കാര്യത്തിൻ്റെ ശത്രുക്കളായി മാറും. നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ ശത്രുക്കളായി മാറരുത്. മറിച്ച് ദലീല് കിട്ടിയാൽ, തെളിവ് കിട്ടിയാൽ നമ്മൾ അതിലേക്ക് മടങ്ങണം. ഒരുപാട് കാലം ചെയ്തതാണെങ്കിലും കൂടി ഏറ്റവും ശരിയായതിലേക്ക് നമ്മൾ എത്തണം. അത് അള്ളാഹുവിൻ്റെ തൗഫീഖായിരിക്കും. ചിലപ്പോൾ 60 വയസ്സിലായിരിക്കും ഇതൊക്കെ അറിയുക, അതുവരെ തെറ്റായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ ഔദാര്യം അതിവിശാലമാണ്. ആ ഒരു സമയത്ത് നമ്മൾ തിരുത്തിയാൽ, ശരിയായ രീതിയിൽ ചെയ്താൽ ബാക്കിയുള്ളത് അള്ളാഹു റബ്ബുൽ ആലമീൻ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകും.
അതുകൊണ്ട് അറിയാൻ നമുക്ക് തൗഫീഖ് കിട്ടിയാൽ അത് ചെയ്യുക എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ തല തടവേണ്ട രൂപം മനസ്സിലായല്ലോ. തല തടവേണ്ട രൂപം പൊതുവെ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. പൊതുവെ ആളുകൾക്കിടയിൽ അത് കേവലം സംഘടനാപരമായ ഒരു കാര്യമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണിത്. സമസ്തക്കാർക്ക് ഇങ്ങനെ, സലഫികളും മുജാഹിദുകളൊക്കെ ഇങ്ങനെ, അങ്ങനെയല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇതാണ്. നമ്മളത് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തല തടവേണ്ട രൂപം പറഞ്ഞല്ലോ. 2 കൈകൾ കൊണ്ട് തലയുടെ മുൻഭാഗത്തു നിന്ന് പിന്നിലേക്കും പിന്നീട് തിരിച്ച് അതേ സ്ഥലത്തേക്കും വരിക. ആ വിരലുകൾ കൊണ്ട് തന്നെ ചെവിയും തടവുക. 4-മതായി ഗസ്ലുർ റിജ്ലൈൻ, 2 കാലുകൾ കഴുകുക എന്നതാണ്. 2 കാലുകൾ ഏതുവരെ കഴുകണം? നെരിയാണി വരെ കഴുകണം. ഏതാണ് നെരിയാണി? കണങ്കാലും കാലും തമ്മിൽ ബന്ധിച്ച് കിടക്കുന്ന ഒരു എല്ലുണ്ട്, അതിനാണ് നെരിയാണി എന്ന് പറയുക. മോച്ചിരിക്കുന്ന ആ എല്ലിനാണ് നെരിയാണി എന്ന് പറയുക. അതുവരെ കഴുകണം, അതുവരെ കഴുകണം. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞു, കാലിൻ്റെ വിരലുകൾക്കിടയിലൂടെ കൈ വിരലുകൾ കൊണ്ടുപോയി അവിടെയും വെള്ളം എത്തിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും ഹൗദിൽ നിന്ന് കോരി ഒഴിക്കും. 1, 2, 3 കഴിഞ്ഞു. അങ്ങനല്ല, ഒരു മഗ് വെള്ളം എടുക്കുക, കാലിലൊഴിക്കുക, എന്നിട്ട് അതിൻ്റെ വിരലുകൾക്കുള്ളിലൂടെ കൈ വിരലുകൾ കൊണ്ട് വെള്ളം എത്തിക്കുക. അങ്ങനെ ആ 2 കാലുകളും കഴുകാൻ നമ്മൾ പരിശ്രമിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, നേരത്തെ നമ്മൾ തർത്തീബ് മുവാലാത്തുമായി ബന്ധപ്പെട്ട ഹദീസ് വായിച്ചല്ലോ, അവിടുന്ന് ശക്തമായ താക്കീത് ചെയ്തിട്ടുണ്ട്. അത് വായിക്കും. അപ്പോൾ കാലുകൾ 2 നെരിയാണി വരെ കഴുകുക, നെരിയാണി വരെ കഴുകുക. അവിടെ സഹോദരങ്ങളെ, ആയത്തിൽ മുഖവും കൈയും കഴുകാൻ പറഞ്ഞു, അതിനിടയിലാണ് തല തടവാൻ പറഞ്ഞത്. പിന്നീട് വീണ്ടും കാലുകൾ കഴുകാൻ പറഞ്ഞു. ഇതാണ് 4 ഫർളുകൾ. 5-മത്തേത് അത്തർത്തീബു. തർത്തീബ് എന്ന് പറഞ്ഞാൽ വഴിക്ക് വഴിയായി ചെയ്യണം. എന്താണ് വഴിക്ക് വഴിയായി ചെയ്യണം എന്ന് പറഞ്ഞാൽ? ഖുർആനിലും സുന്നത്തിലും വന്നത് മുഖം, കൈകൾ, തല, കാല് എന്ന രൂപത്തിലാണ്. ആ തർത്തീബിൽ തന്നെ ചെയ്യണം, ആ തർത്തീബിൽ തന്നെ ചെയ്യണം. ഒരാളിത് മാറിപ്പോയി. ഒരാൾ വുദു എടുക്കുമ്പോൾ കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ചു, മൂക്കിൽ കയറ്റി ചീറ്റി, മുഖം കഴുകാൻ മറന്നുപോയി, നേരെ കൈ കഴുകി. കൈകൾ കഴുകി എന്ന് വിചാരിക്കുക. തർത്തീബ് തെറ്റി. എന്ത് വേണം? വുദു ആദ്യം മുതലേ മടക്കണോ? മുഖം കഴുകിയാൽ മതി, മുഖം കഴുകിയാൽ മതി. അടുത്ത സമയത്താണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നാൽ, വുദു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, വുദു കഴിഞ്ഞു, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നത് മുഖം കഴുകിയിട്ടില്ല എങ്കിൽ ആദ്യം മുതലേ വുദു എടുക്കണം. തർത്തീബ് തെറ്റാൻ പാടില്ല. തർത്തീബ് തെറ്റിയാൽ വുദു ഫസാദായി പോകും എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തർത്തീബിനുള്ള തെളിവ് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഹദീസാണ് അതിനുള്ള തെളിവ്. എന്താണ് ഹദീസ്? ഇബ്ദഉ ബിമാ ബദ അല്ലാഹു ബിഹി, അള്ളാഹു ആരംഭിച്ചത് കൊണ്ട് നിങ്ങൾ ആരംഭിക്കുക. ഈ ഹദീസ് പറയാൻ ഒരു കാരണമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ മർവക്കിടയിലുള്ള സഈന്റെ സന്ദർഭത്തിലാണ് ഇത് പറഞ്ഞത്. എവിടെ നിന്ന് ആരംഭിക്കണം? സഫയിൽ നിന്നാണോ മർവയിൽ നിന്നാണോ ആരംഭിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്ദഉ ബിമാ ബദ അല്ലാഹു ബിഹി, അള്ളാഹു ആരംഭിച്ചത് കൊണ്ട് നിങ്ങൾ ആരംഭിക്കുക. അള്ളാഹു എവിടെയാണ് ആരംഭിച്ചത്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അപ്പോൾ സഫയിൽ നിന്നാണ് അള്ളാഹു ആരംഭിച്ചത്. അതുകൊണ്ട് സഫയിൽ നിന്ന് ആരംഭിക്കുക, എന്നിട്ട് അങ്ങനെ സഈ ചെയ്യാൻ സഹാബത്തിനോട് പറഞ്ഞു. ആ ഹദീസാണ് ഷെയ്ഖ് ഇവിടെ തർത്തീബിന് തെളിവായി കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരംഭിച്ചത് മുഖം കൊണ്ടാണ്. അപ്പോൾ ആ മുഖം, കൈകൾ, തല, കാലുകൾ, ഈ ഒരു തർത്തീബിൽ തന്നെ ചെയ്യണം എന്ന് ചുരുക്കം. 6-മത്തേത് അൽ മുവാലാത്ത്. അൽ മുവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടരെ തുടരെ ചെയ്യുക എന്നാണ്. എന്താണ് തുടരെ തുടരെ ചെയ്യുക എന്ന് പറഞ്ഞാൽ? വുദു എടുക്കാൻ ആരംഭിച്ചു. വുദു എടുക്കാൻ ആരംഭിച്ചപ്പോൾ ഒരാൾ വന്ന് സംസാരിച്ചു. അപ്പോൾ അവിടെ നിർത്തി സംസാരിക്കാൻ തുടങ്ങി. സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ വുദു എടുത്താൽ മതിയാവോ?
പണ്ഡിതന്മാർ പറഞ്ഞു, അതിനിടയിൽ അവയവങ്ങൾ ആദ്യം ചെയ്ത വുദു ആരംഭിച്ചല്ലോ, വെള്ളം അവയവത്തിൽ നിന്നും ഉണങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ മുവാലാത്ത് തെറ്റി, മുവാലാത്ത് ഇല്ലാതെയായി. അപ്പോൾ വീണ്ടും വുദു മടക്കണം. അത് ഒരാൾ സംസാരിക്കാൻ വന്നാൽ മാത്രമല്ല, വെള്ളം തീർന്നുപോയി എന്ന് വിചാരിക്കുക, മോട്ടറിട്ട് വെള്ളം വരുമ്പോഴേക്ക് അല്ലെങ്കിൽ വെള്ളം ആരെങ്കിലും കൊണ്ടുവരുമ്പോഴേക്ക് എന്തായി, കൈ അല്ലെങ്കിൽ മുഖം കഴുകിയപ്പോൾ അതിൻ്റെ വെള്ളം ഉണങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ ആദ്യം മുതലേ മടക്കണം. അപ്പം അത് തുടരെ തുടരെ ചെയ്യേണ്ടതാണ്. അതിനുള്ള തെളിവ് എന്താണ്? ഹദീസു സാഹിബിൽ ലുമഅ, ലുമഅത്തിന്റെ ആൾ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു. അദ്ദേഹം വുദു എടുത്തു മസ്ജിദിലേക്ക് കയറി. അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗത്ത് ഒരു ദിർഹമിന്റെ അത്രയും വെള്ളം നനഞ്ഞിട്ടില്ല, ഒരു ചെറിയ ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പോയി കാല് കഴുകിയിട്ട് വരാനല്ല പറഞ്ഞത്, പിന്നെന്താണ് പറഞ്ഞത്? വുദു മടക്കാൻ കൽപ്പിച്ചു. മാത്രമല്ല അവിടുന്ന് ഒരു താക്കീത് നൽകി, വൈലുൻ ലിൽ അഖാബി മിനൻ നാർ, വെള്ളം തട്ടാത്ത കാലുകൾക്ക്, കാൽപാദങ്ങൾക്ക് നരകം, നാശം. അത് ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മൾ പേടിപ്പെടുത്തണം. നേരത്തെ പറഞ്ഞ മുഖം കഴുകുമ്പോഴാവട്ടെ, കൈകൾ കഴുകുമ്പോഴാവട്ടെ, അതുപോലെ തലയുടെ വിഷയമാവട്ടെ, കാലുകളാവട്ടെ, ഏത് വിഷയമാവട്ടെ, വെള്ളമെത്താതിരുന്നാൽ, അങ്ങനെ വെള്ളമെത്താതിരിക്കുന്ന ആളുകൾക്ക് നാശമെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസ് തെളിവായി പറഞ്ഞിട്ടുണ്ട്. വുദൂവിൻ്റെ അവയവങ്ങളിലെല്ലാം വെള്ളമെത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വുദൂ മടക്കാൻ പറഞ്ഞു. അതാണ് അൽ മുവാലാത്തിനുള്ള തെളിവ്. തുടരെ തുടരെ തന്നെ ഒരുമിച്ച് തന്നെ ചെയ്യണം. അതിനിടയിൽ ദൈർഘ്യം വന്നാൽ, സമയദൈർഘ്യം വന്നാൽ വുദൂ വീണ്ടും മടക്കണം. അതാണ് മുവാലാത്ത് തെറ്റി, കാരണം കാലുകൾ കഴുകിയത് ശരിയായിട്ടില്ല. അപ്പൊ വീണ്ടും വുദൂ മടക്കാനാണ് പറഞ്ഞത്, കാല് കഴുകിയിട്ട് വരാൻ അല്ല പറഞ്ഞത്. അതുകൊണ്ട് ഇതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വുദൂ എടുത്തു, അവയവങ്ങൾ കഴുകാൻ മറന്നുപോയി, അല്ലെങ്കിൽ വെള്ളം എത്തിയിട്ടില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വുദൂ മടക്കണം. അപ്പോൾ 6 ഫർളുകൾ ഇതാണ്. 6 ഫർളുകൾ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. പറഞ്ഞു നോക്കിയാലോ. 1, മുഖം കഴുകുക. ആ മുഖത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? അൽ മദ്മദതു വൽ ഇസ്തിൻഷാഖ്, വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ കയറ്റി ചീറ്റലും. 2 കൈകൾ മുട്ടുവരെ കഴുകുക. 3 തല തടവുക. 4 2 കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകുക. 5 അത്തർത്തീബ്. 6 അൽ മുവാല. തർത്തീബ് എന്ന് പറഞ്ഞാൽ വഴിക്ക് വഴിയായി ചെയ്യുക. എല്ലാം ഒന്ന് തർത്തീബാകട്ടെ എന്ന് പറയുന്നില്ലേ, എല്ലാം ഒന്ന് വഴിക്ക് വഴിയാവട്ടെ എന്നാണ്. അൽ മുവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടരെ തുടരെ ചെയ്യുക. ഇതാണ് 6 ഫർളുകൾ. ഷെയ്ഖ് റഹിമഹുല്ലാ വുദൂഇന്റെ നിർബന്ധ കാര്യമാണ് അടുത്തതായി പറയുന്നത്. വവാജിബുഹു അഥവാ വവാജിബുൽ വുദൂ, വുദൂഇന്റെ വാജിബ്, വുദൂഇൽ നിർബന്ധമായ ഒരു കാര്യം അത്തസ്മിയതു മഅ ദിക്ർ, ഓർമ്മ വരുമ്പോൾ, ഓർമ്മയുള്ളപ്പോൾ ബിസ്മി ചൊല്ലുക എന്നതാണ്. അഥവാ ബിസ്മി ചൊല്ലുക എന്നതാണ് വുദൂഇന്റെ നിർബന്ധമായി ഷെയ്ഖ് ഇവിടെ പറഞ്ഞത്. ബിസിക്ർ അല്ലെങ്കിൽ മഅ ദിക്ർ എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണമുണ്ട്. വുദൂഇന്റെ ആരംഭത്തിൽ ബിസ്മില്ലാഹ് എന്നതാണ് ചൊല്ലേണ്ടത്, ബിസ്മില്ലാഹ്. അതിനിടയിൽ സാധാരണ പണ്ടേ നമ്മൾ ഓരോ അവയവം കഴുകുമ്പോഴും ചില ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് യാതൊരു തെളിവും ഇല്ല. ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകം ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വുദൂ ആരംഭിക്കുക അത് നിർബന്ധമാണ് എന്നാണ് ഷെയ്ഖിന്റെ അഭിപ്രായം. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു അത് നിർബന്ധമല്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ആ വിഷയത്തിൽ വന്ന ഹദീസിന്റെ കാര്യത്തിൽ ചർച്ചയുണ്ട്. അതുകൊണ്ടാണ് അത് നിർബന്ധമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ച വരാൻ കാരണം. ഹദീസ് ഇപ്രകാരമാണ്, ലാ വുദൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാത്ത ആളുകൾക്ക് വുദൂ ഇല്ല. ബിസ്മില്ല എന്ന് പറയാതെ വുദൂ ചെയ്തയാൾക്ക് വുദൂ ഇല്ല എന്നൊരു ഹദീസ് ഉണ്ട്. അപ്പൊ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് റഹിമഹുല്ലാ നിർബന്ധമാണ് എന്ന് പറഞ്ഞത്. ബിസ്മില്ലാത്താക്ക് വുദൂ ഇല്ല എന്ന് പറഞ്ഞാൽ ബിസ്മി നിർബന്ധമാണ്. ഷെയ്ഖിന്റെ അഭിപ്രായ പ്രകാരം ബിസ്മി നിർബന്ധമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ ഹദീസിന്റെ
വിഷയത്തിൽ അത് ലഈഫാണോ എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. അതുകൊണ്ട് നിർബന്ധമില്ല, മുസ്തഹബ് മാത്രമേ ഉള്ളൂ, സുന്നത്താണ്. ഒരാൾ മറന്നുപോയാൽ അയാളുടെ വുദൂഇന് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഓർമ്മ വന്നാൽ, വുദൂ ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ഓർമ്മ വന്നു എങ്കിൽ ബിസ്മി പറയാനാണ് ശൈഖ് ഇവിടെ പറഞ്ഞത്. നിർബന്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഓർമ്മ വരുമ്പോൾ എന്ന് പ്രത്യേകം പറഞ്ഞു. അദ്ദേഹം ഇവിടെ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂ വിശദീകരിക്കുന്ന ഹദീസുകളിൽ, പ്രധാനമായി വന്ന ഹദീസുകളിലൊന്നും ബിസ്മി പരാമർശിച്ചിട്ടില്ല, ബിസ്മി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമില്ല, മുസ്തഹബാണ്, സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് നിർബന്ധമായാലും മുസ്തഹബായാലും നമ്മൾ എന്ത് ചെയ്യുക? ബിസ്മില്ല എന്ന് പറയുക. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വുദൂ ചെയ്യാൻ ആരംഭിക്കുക. അതാണ് നമുക്ക് നല്ലത്. കാരണം ഹദീസ് വന്നിട്ടുണ്ട്, അത് ചർച്ചയുണ്ട് എന്നത് മറ്റൊരു വിഷയം. അപ്പം ഇതാണ് സഹോദരങ്ങളെ വുദൂഇന്റെ നിർബന്ധ കാര്യം. ഫർളുകൾ 6 നിർബന്ധം എത്ര? ഒരു നിർബന്ധ കാര്യം മാത്രമേ ശൈഖ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതിനുശേഷം വുദൂ മുറിയുന്ന കാര്യമാണ് പിന്നീട് ശൈഖ് പറയുന്നത്. വുദൂ മുറിയുന്ന കാര്യങ്ങൾ വനവാഖിദുഹു സമാനിയത്തുൻ, വനവാഖിദുഹു സമാനിയത്തുൻ, അഥവാ വനവാഖിദുൽ വുദൂഇ, വുദൂ മുറിയുന്ന കാര്യങ്ങൾ എത്ര എണ്ണാണ്? എത്ര എണ്ണാണ് വുദൂ മുറിയുന്ന കാര്യം? എത്ര? 2? എത്ര? ആർക്കറിയാ? കിതാബ് നോക്കാതെ ആരാ പറയാ വുദൂ മുറിയുന്ന കാര്യം? എണ്ണ അറിയില്ലെങ്കിൽ ഏതൊക്കെയാണെന്നറിയോ? ഏതൊക്കെ? ആ 2 ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു വനവാഖിദുഹു സമാനിയത്തുൻ, വുദൂ മുറിയുന്ന കാര്യങ്ങൾ സമാനിയത്തുൻ. എത്ര സമാനിയ? 8 8 കാര്യങ്ങളാണ് ശൈഖ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. 8 കാര്യങ്ങൾ, വുദൂ മുറിയുന്ന 8 കാര്യങ്ങൾ ശൈഖ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് സഹോദരങ്ങളെ നമ്മൾ പഠിച്ചിരിക്കൽ അത്യാവശ്യമാണ്. നമ്മൾ വുദൂഇന്റെ ഫർളുകൾ പഠിച്ചു, നിർബന്ധ കാര്യം പഠിച്ചു, അതോടൊപ്പം വുദൂ മുറിയുന്ന കാര്യം കൂടി പഠിക്കൽ അതിൻ്റെ പരിപൂർണതയാണ്. ഏതൊരു കാര്യവും അത് നിലനിർത്താൻ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം അത് പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. എന്തിനാണത്? പൊളിഞ്ഞു പോയാൽ മനസ്സിലാവാനാണ്. അതുകൊണ്ടാണ് തൗഹീദ് പഠിക്കുമ്പോൾ ഷിർക്ക് കൂടി പരാമർശിക്കുന്നത്. ഷിർക്കിൻ്റെ ഇനങ്ങൾ കൂടി പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൗഹീദിൽ എന്തെങ്കിലും കളങ്കം വന്നാൽ തിരിച്ചറിയണം. മനസ്സിലായില്ലേ? ഇരുട്ടും വെളിച്ചവും മനസ്സിലാക്കിയാൽ മാത്രമേ വെളിച്ചത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നതുപോലെ പണ്ഡിതന്മാർ ഉദാഹരണമായി പറഞ്ഞ കാര്യമാണ്. ഫർളും നിർബന്ധവും പഠിക്കുമ്പോൾ അത് മുറിയുന്ന കാര്യങ്ങൾ കൂടി പറയണം. ഷെയ്ഖ് 8 കാര്യങ്ങൾ പറഞ്ഞു. തുടക്കത്തിൽ സൂചിപ്പിക്കട്ടെ, ഈ 8 കാര്യങ്ങളിൽ പലതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ചിലപ്പോൾ വുദൂ മുറിയുന്ന കാര്യങ്ങൾ ആയി മനസ്സിലാക്കാത്ത പല കാര്യവും വുദൂ മുറിയുന്ന കാര്യമായിരിക്കും. നേരെ തിരിച്ചും ആവാൻ സാധ്യതയുണ്ട്. ഏതായാലും 8 കാര്യങ്ങൾ ശൈഖ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് അൽ ഖാരിജു മിനസ് സബീലൈൻ. അൽ ഖാരിജു മിനസ് സബീലൈൻ. അൽ ഖാരിജു മിനസ് സബീലൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാലൊരു വഴിയിലൂടെ വല്ലതും പുറത്തേക്ക് പോവുക. രണ്ടാലൊരു വഴി എന്ന് പറഞ്ഞാൽ മുൻദ്വാരവും പിൻദ്വാരവുമാണ് ഉദ്ദേശം. അൽ ഖുബുൽ വദ്ദുബുർ. എന്തൊക്കെയാണ് അതിലൂടെ പുറത്തേക്ക് പോവുക? അൽ ബൗൽ വൽ ഗായിത്ത് വൽ റീഹ് വൽ മദി വൽ വദി വൽ മനി വദ്ദം, അഥവാ മലമൂത്രം, അതുപോലെ കീഴ്വായു, മദി, വദി, രക്തം, ഇതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ
ഈ രണ്ടാലൊരു വഴിയിലൂടെ പുറത്തേക്ക് പോയാൽ വുദൂ മുറിയും. വുദൂ മുറിയും. അതിലാദ്യം പറഞ്ഞ അൽ ബൗൽ വൽ ഗായിത്ത് വർ-റീഹ് നമുക്കറിയാം. മൂത്രം, കാഷ്ടം, അതുപോലെ കീഴ്വായു. അൽ മദി എന്ന് പറഞ്ഞാൽ, നാലാമതായി അൽ മദി പറഞ്ഞു. അൽ മദി എന്ന് പറഞ്ഞാൽ പൊതുവെ വികാര വിചാരമുണ്ടായാൽ മുൻദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരു തരം ദ്രാവകമാണ്. അത് പുറത്തേക്ക് പോയാൽ വുദൂ മുറിയും. പുറത്തേക്ക് പോയാൽ വുദൂ മുറിയും. അൽ വദി എന്ന് പറഞ്ഞാൽ മനീനോട് സാദൃശ്യമുള്ള, വെളുത്ത നിറത്തോട് സാദൃശ്യമുള്ള ഒരു തരം ദ്രാവകമാണ്. അഥവാ അത് പുറത്തേക്ക് പോവുക പൊതുവെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാലാണ് പോവുക. ഫിഖ് ആകുമ്പോൾ ഇങ്ങനെ ചിലത് തുറന്നു പറയേണ്ടി വരും. അപ്പോൾ അത് ആ രൂപത്തിൽ നമ്മൾ എടുക്കുക. പലപ്പോഴും പല ആളുകളും ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ മടി കൊണ്ട് ചോദിക്കുകയില്ല. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവും, പക്ഷേ അറിയാതെ ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യം പുറത്തേക്ക് പോയാൽ വുദൂ മുറിയും. വുദൂ മുറിയുന്ന കാര്യമാണ്. അതുപോലെ അദ്ദം, രക്തം. രക്തം പൊതുവെ ഹൈള്, അതുപോലെ നിഫാസ്, അതല്ലാത്ത ഇസ്തിഹാദത്തിൻ്റെ രക്തമുണ്ട്. സ്ത്രീകൾക്ക് ഹൈളും നിഫാസും അല്ലാത്ത രൂപത്തിൽ പോകുന്ന രക്തമുണ്ട്. ഇസ്തിഹാദത്തിൻ്റെ രക്തം എന്നാണ് അതിന് പറയുക. അതല്ലാത്ത അസുഖം കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഈ രണ്ടാലൊരു വഴിയിലൂടെ എന്ത് പുറപ്പെട്ടാലും ശരി, രണ്ടാലൊരു വഴിയിലൂടെ എന്ത് തന്നെ പുറപ്പെട്ടാലും ശരി, വുദൂ മുറിയും. വുദൂ മുറിയും. അത് ഈ പറഞ്ഞ മലമൂത്രമായാലും ഏതായാലും എന്തായാലും ശരി, രണ്ടാലൊരു വഴിയിലൂടെ പുറത്തേക്ക് പോയോ വുദൂ മുറിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ പൊതുവെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അത് പണ്ട് നമ്മൾ പഠിച്ചതാണ്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പൊതുവെ ഇല്ല. രണ്ടാമത്തത് വൽ ഖാരിജുൽ ഫാഹിഷുൻ നജിസു മിനൽ ജസദ്, ശരീരത്തിൽ നിന്നും ധാരാളമായി പുറത്തേക്ക് പോകുന്ന നജസായ കാര്യം. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറഞ്ഞു അദ്ദം, രക്തം. രക്തം ധാരാളമായി പുറത്തേക്ക് പോയാൽ വുദൂ മുറിയും. അതുപോലെ തന്നെ ചലം, അതുപോലെ ഛർദി, ഇതൊക്കെ ധാരാളമായി പോയാൽ വുദൂ മുറിയും. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇപ്പം രക്തം, ഉദാഹരണത്തിന് ഒരാൾ വുദൂ എടുത്തു. വുദൂ എടുത്തപ്പോഴാണ് അയാളുടെ കൈ അതല്ലെങ്കിൽ കാല് എവിടെയെങ്കിലും തട്ടി ചെറിയ രൂപത്തിൽ രക്തം പൊടിഞ്ഞു. വുദൂ മുറിയുമോ? മുറിയോ? മുറിയോ? ഇല്ല. ചെറിയ രൂപത്തിൽ രക്തം പൊടിഞ്ഞു എന്ന് വിചാരിക്കുക, വുദൂ മുറിയുകയില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകളുടെ മൂക്കിൽ നിന്ന് ചിലപ്പോൾ രക്തം ഇറ്റു, ഒന്നോ രണ്ടോ തുള്ളിയാണെങ്കിൽ വുദൂ മുറിയുകയില്ല. വുദൂ മുറിയുകയില്ല. അതുപോലെ ചലം, അതല്ലെങ്കിൽ അങ്ങനെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവോ ചതവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ചലം പോലെയുള്ള വല്ലതും, അത് ചെറിയ തോതിലാണെങ്കിൽ വുദൂ മുറിക്കുകയില്ല. അതുപോലെ ഛർദി, ഒരാൾ വുദൂ എടുത്തു എന്നിട്ട് ഛർദിച്ചു, അത് ധാരാളമായി പോവുകയാണെങ്കിൽ, ഒരുപാടുണ്ടെങ്കിൽ വുദൂ മുറിയും. എന്താണ് ഈ ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കെത്രയാണ്? ഒരുപാട് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ കണ്ണിൽ ധാരാളമായി കുറേയായി തോന്നുക അപ്പോഴാണ് അത് സംഭവിക്കുക. ഇപ്പോൾ രക്തം ചെറിയ ഒന്നോ രണ്ടോ തുള്ളി അല്ലെങ്കിൽ ചെറിയ രൂപത്തിലാണെങ്കിൽ അത് പൊതുവെ ധാരാളം എന്ന് പറയാറില്ല. എന്നാൽ കുറേ വന്നു മുറിഞ്ഞൊഴുകുകയാണെന്ന് വിചാരിക്കുക, അപ്പം അതെന്താണ്? ധാരാളമാണ്. അതേപോലെ തന്നെയാണ് ചലം. ഛർദിയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഛർദി ധാരാളം എങ്ങനെ കണക്കൂട്ടുക? വായ നിറച്ചുമുണ്ടെങ്കിൽ, വായ നിറയെ ഒരാളുടെ ഛർദി വന്നു എന്ന് വിചാരിക്കുക. ഒരാൾക്ക് പെട്ടെന്ന് വുദൂ എടുത്തൽ നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ വുദൂ എടുത്തു പെട്ടെന്ന് പുറത്തേക്ക് ഛർദി വന്നു, അപ്പോൾ അയാളുടെ വായ നിറയെ ഉണ്ട് എന്ന് വിചാരിക്കുക, എങ്കിൽ അയാളുടെ വുദൂ മുറിയും. ചിലപ്പോൾ കുറച്ചാണെങ്കിൽ, ചെറിയ അളവിലൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അത് തുപ്പിക്കളയുക, വായു കഴുകുക എന്ന് മാത്രം, വുദൂ മുറിക്കുകയില്ല. അപ്പം അതാണ് ശൈഖ് ഇവിടെ അൽ ഖാരിജുൽ ഫാഹിഷുൻ നജിസു മിനൽ ജസദ്, ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന, ധാരാളമായി പുറത്തേക്ക് പോകുന്ന
നജസായിട്ടുള്ള കാര്യം. അത് വുദൂഇനെ മുറിച്ച് കളയും. അത് കുറേ വേണം. ധാരാളം എന്നത് പൊതുവെ നമ്മുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ നാട്ടിൽ പൊതുവെ ധാരാളമായി അറിയപ്പെടുന്ന അവസ്ഥയാണ് ധാരാളം. ഒന്നോ രണ്ടോ തുള്ളി അതല്ലെങ്കിൽ കുറച്ച് അതിൽ പെടുകയില്ല എന്ന് ചുരുക്കം. മനസ്സിലായില്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? ശരി. 3 വസവാലുൽ അഖൽ. മൂന്നാമത്തെ വുദൂഇനെ മുറിച്ച് കളയുന്ന കാര്യം സവാലുൽ അഖൽ. അത് പൂർത്തിയാക്കി നിർത്തല്ലേ? 8 പറിച്ച് നിർത്താം. വസവാലുൽ അഖൽ, ബുദ്ധി നീങ്ങിപ്പോവുക. ബുദ്ധി നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ 3 രൂപത്തിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അഖല് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. 1 അൽ ജുനൂൻ, ഭ്രാന്ത് ഉണ്ടാവുക. 2 അൽ ഇഗ്മാ, ബോധക്ഷയം, ബോധം കെട്ടുപോയി എന്ന് വിചാരിക്കുക. 3 അസുക്ർ, ലഹരി. ഈ 3 അവസ്ഥയിലാണ് പൊതുവെ ബുദ്ധി മറയുക, ബുദ്ധി നീങ്ങിപ്പോവുക, സ്വബോധം നഷ്ടപ്പെട്ടു പോവുക. അതിൻ്റെ കൂടെ പണ്ഡിതന്മാർ പറഞ്ഞു അന്നൗം, ഉറക്കം. ഉറക്കം എന്ന് പറഞ്ഞാൽ തൂങ്ങിയ ഉറക്കം അതിൽ പെടുകയില്ല, തൂങ്ങിയ ഉറക്കം അതിൽ പെടുകയില്ല. എന്നാൽ ഒരാൾ നന്നായി ഉറങ്ങി, എപ്പോഴാണ് തൂങ്ങിയ ഉറക്കവും നല്ല ഉറക്കവും തിരിച്ചറിയുക? അത് നമുക്ക് പൊതുവെ മനസ്സിലാകും. ഒരാൾ തൂങ്ങി ഇങ്ങനെ വീഴുന്നതും അത് അവനവനാണ് തിരിയുക, പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്കല്ല. ഇതെപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് വുദൂഇൻ്റെ സാധാരണ വുദൂ മുറിയുന്ന വിഷയം പഠിക്കുമ്പോൾ നമ്മളിത് പഠിക്കണം. അതിന് പുറമെ ജുമക്ക് ഖുതുബക്ക് ചിലപ്പോൾ ആളുകൾ ഉറങ്ങും. ഖുതുബക്ക് നല്ല ഉറക്കമായിരിക്കും. തുടക്കത്തിൽ ഇങ്ങനെ തൂങ്ങലായിരിക്കും, പിന്നീട് 2 കൈയും പിന്നിലേക്ക് വെച്ച് ആളൊരു പോക്കാണ് ഇങ്ങനെ. പിന്നെ ഇഖാമത്ത് വിളിക്കുമ്പോഴാണ് ആളറിയുക, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലാണ് അറിയുക. നേരെ വന്ന് അല്ലാഹു അക്ബർ കൈയിട്ടും. നിസ്കാരം ശരിയാവുമോ? നിസ്കാരം ശരിയാവുകയില്ല. മടക്കി വുദൂ എടുക്കണം. വുദൂ മടക്കി തിരിച്ചു വരണം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. തൂങ്ങി ഉറക്കമാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ ഉറക്കം എന്ന് പറഞ്ഞാൽ പരിസരം മറക്കുക. അതാണ്. ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് യാതൊരു ഒഴികഴിവും പറയാൻ സാധിക്കുകയില്ല. ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഉറങ്ങിയ ഒരാൾ ഞാൻ എഴുന്നേറ്റ് ഉറങ്ങിയെന്ന് പറയൂല. അത് നമ്മൾ ഓരോരുത്തരുമാണ് തിരിച്ചറിയേണ്ടത്. നമ്മൾ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതാ അവിടെ നടക്കുന്ന ഒന്നും നമ്മളെ ചിന്തയിലില്ല, ആ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല, അത് പരിസരം മറന്നുപോയി. അതാണ് ബുദ്ധി മറയുക, ഉറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ. ബുദ്ധി ഇല്ലാതെ എന്ത് സംഭവിക്കും? ഇവിടെ നടക്കുന്നൊന്നും തിരിയൂല. എന്നതുപോലെ ഒരാൾ ഉറങ്ങി തൂങ്ങി ഉറക്കുകയാണെങ്കിൽ ഇവിടെ നടക്കുന്നതൊക്കെ മനസ്സിലാവും. ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ തൂങ്ങി ഉറക്കുകയാണെങ്കിൽ പറയുന്നതൊക്കെ തിരിയും, ചെറുങ്ങനൊക്കെ മനസ്സിലാവും. ഒരാൾ പിടുത്തം വിട്ടാലോ പിന്നെ എന്താണ് പറഞ്ഞതെന്നുള്ളത് അയാൾക്ക് ഓർമ്മയുണ്ടാവുകയില്ല, തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതാണ് ഉറക്കം. അങ്ങനെ ഒരാൾ ഉറങ്ങിയാൽ ഈ പരിധിയിൽ വരും, സവാലുൽ അഖലിൽ ഉൾപ്പെടും. അത്തരം ആളുകളുടെ വുദൂ മുറിയും. ഇപ്പം എത്ര എണ്ണം പറഞ്ഞു? 3 പറഞ്ഞു. ഏതൊക്കെയാണ്? അൽ ഖാരിജു മിന സബീലൈൻ, രണ്ടാലൊരു വഴിയിലൂടെ വല്ലതും പുറപ്പെടുക, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ വല്ലതും പുറത്തേക്ക് പോവുക. 2 അൽ ഖാരിജുൽ ഫാഹിസുൻ നജിസു മിനൽ ജസദ്, ശരീരത്തിൽ നിന്നും ധാരാളമായി പുറത്തേക്ക് പോകുന്ന നജസ്, അങ്ങനെ വല്ലതും പുറത്തേക്ക് പോയാൽ വുദൂ മുറിയും. 3 വസവാലുൽ അഖൽ, ബുദ്ധി നീങ്ങിപ്പോവുക, ഭ്രാന്ത്, ബോധക്ഷയം, ലഹരി, അതുപോലെ നന്നായി ഉറങ്ങുക. 4 വമസ്സുൽ മർഅതി ബിശഹവത്തിൻ. വമസ്സുൽ മർ, മസ് എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ്, സ്പർശിക്കുക. അൽ മർഅ, സ്ത്രീയെ, ബിശഹവത്തിൻ, ലൈംഗിക ചിന്തയോടുകൂടി, വികാരത്തോടുകൂടി സ്ത്രീയെ സ്പർശിക്കുക. അതാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞ കാര്യം. ഈ വിഷയത്തിൽ സഹോദരങ്ങളെ അഭിപ്രായ വ്യത്യാസമുണ്ട്. 3 ഖൗലുകളുണ്ട്, 3 അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ കാണാം. ഈ ഫിഖ് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ 2 അഭിപ്രായം 3 അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് പറയും. അത് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നീട് കേട്ടിട്ടോ ചോദിച്ചിട്ടോ പഠിക്കണം. എന്നിട്ട് മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ 2 അഭിപ്രായമുണ്ട് 3 അഭിപ്രായമുണ്ട് എന്നൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ പറയാനും പ്രാവർത്തികമാക്കാനും പറ്റുള്ളൂ. പകുതി കേട്ടിട്ട് എന്താക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല. ആളുകളുടെ നമ്മുടെ അമലും പറഞ്ഞു കൊടുക്കുന്ന ആരോടാണ് നമ്മൾ പറയുന്നത് അവരുടെ അമലും ഫസാദാക്കലാകും. അതുകൊണ്ട് ശരിക്കും പഠിക്കണം. സ്ത്രീകളെ സ്പർശിക്കുന്ന വിഷയത്തിൽ 3 അഭിപ്രായങ്ങൾ കാണാം. 1, ഒരു സ്ത്രീ പുരുഷനെയോ ഒരു പുരുഷൻ സ്ത്രീയെയോ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു
മറയുമില്ലാതെ നേർക്ക് നേരെ സ്പർശിച്ചാൽ വുദു മുറിയും, നിരുപാധികം. നേർക്ക് നേരെ സ്പർശിച്ചാൽ, തൊട്ടാൽ വുദു മുറിയും. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഇതാണ് പൊതുവെ പണ്ടേ നമ്മൾ ശാഫിഈ മദ്ഹബിൽ മദ്രസയിൽ നിന്നൊക്കെ പഠിക്കുന്നതാണ്. ഭാര്യനെ തൊട്ടാൽ വുദു മുറിയും, എന്നാണ് പൊതുവെ പഠിക്കാറുള്ളത്. ഇതൊരു അഭിപ്രായമാണ്. രണ്ടാമത്തെ അഭിപ്രായം എങ്ങനെ തൊട്ടാലും, അത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടാലും വുദു മുറിയുകയില്ല, നിരുപാധികം മുറിയുകയില്ല. സ്പർശിച്ചു പോയി, തൊട്ടുപോയി, അല്ലെങ്കിൽ തൊട്ടു. ഇപ്പൊ ഭാര്യയാകുമ്പോൾ തൊടുമല്ലോ. അതല്ലാത്ത അന്യ സ്ത്രീകൾ അറിയാതെ യാദൃശികമായി തട്ടിപ്പോയി എന്ന് വിചാരിക്കുക, വസ്ത്രമില്ലാതെ ശരീരത്തിൽ എവിടെയെങ്കിലും സ്പർശിച്ചു എന്ന് വിചാരിക്കുക, യാദൃശികമായി പ്രത്യേകം ശ്രദ്ധിക്കണം. നിരുപാധികം വുദു മുറിയുകയില്ല എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമതൊരു അഭിപ്രായം ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ്. മസ്സുൽ മർഅതി ബിശഹ്വത്തിൻ, ലൈംഗിക ചിന്തയോടുകൂടി, വികാരത്തോടുകൂടി സ്ത്രീയെ സ്പർശിക്കുക എങ്കിൽ വുദു മുറിയും എന്നതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇത്ര അഭിപ്രായം: 1, നിരുപാധികം മുറിയും; 2, നിരുപാധികം മുറിയുകയില്ല; മൂന്നാമത്തേത് വികാരത്തോടെ, ലൈംഗിക ചിന്തയോടുകൂടി തൊട്ടാൽ വുദു മുറിയും. ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞു, നിരുപാധികം ശഹ്വത്തോടുകൂടി, ലൈംഗിക ചിന്തയോടുകൂടി തൊട്ടാൽ വുദു മുറിയും എന്നതാണ് കൂടുതൽ ശരിയായി പ്രബലമായി പണ്ഡിതന്മാർ പറഞ്ഞത്. എങ്കിൽ കൂടി അവിടെ ഒരു നിബന്ധന കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാര്യനെ തൊട്ടു, വികാരത്തോടു കൂടിയാണ് തൊട്ടത്, സ്പർശിച്ചത്, ചുംബിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ മദീ പുറപ്പെട്ടു. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ അൽ ഖാരിജു മിന സബീലൈനിൽ പറഞ്ഞില്ലേ, വികാരമുണ്ടായാൽ പുറത്തേക്ക് പോകുന്ന മദീ പുറത്തേക്ക് പോയാൽ വുദു മുറിയും. അതാണ് കൂടുതൽ ശരി, അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്, അതാണ് കൂടുതൽ ശരിയായത്. മനസ്സിലായോ? 3 അഭിപ്രായമാണ്. ആ മൂന്നാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരി. അത് തന്നെ പണ്ഡിതന്മാർ ഒരു നിബന്ധനയോടുകൂടിയാണ് പറഞ്ഞത്. എങ്ങനെ? എന്തെങ്കിലും പുറത്തേക്ക് പോകണം, അതല്ലാതെ വികാരത്തോടു കൂടിയോ അല്ലാതെയോ എങ്ങനെ തൊട്ടാലും, അതല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ തൊട്ടാൽ വുദു മുറിയുകയില്ല, എന്തെങ്കിലും പുറത്തേക്ക് പോയാലല്ലാതെ എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാവുന്നത്. വല്ലാഹു അലം. കാരണം അതിന് ചില തെളിവുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ സഹാബത്ത്, ഭാര്യമാർ റിവായത്ത് ചെയ്തതായി കാണാം. അവിടുത്തെ ഭാര്യയെ ചുംബിക്കുകയും ശേഷം നിസ്കരിക്കുകയും ചെയ്തു. ചുംബിച്ചു, അത് കഴിഞ്ഞ് വുദു ഒന്നും എടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ നിസ്കരിച്ചതായി കണ്ടു. പൊതുവെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹം, വികാരം മനസ്സിലുണ്ടാകും. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? വുദു എടുത്തിട്ടില്ല. അപ്പോൾ വികാരത്തോടു കൂടി ആയാലും ശരി, പുറത്തേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ വുദു മുറിയുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ രൂപത്തിൽ, ഈ പറഞ്ഞ ചുംബിക്കലല്ലാത്ത രൂപത്തിൽ രാത്രി നിസ്കരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലുകൾ അവിടുത്തെ മുന്നിലുണ്ടാവാറുണ്ട്. സുജൂദ് ചെയ്യുമ്പോൾ, ഇന്ന് കാണുന്ന നമ്മുടെ അത്രയൊന്നും സൗകര്യമില്ലാത്ത ചെറിയ വീടായിരുന്നല്ലോ, സുജൂദ് ചെയ്യണമെങ്കിൽ അവരുടെ കാലുകൾ അങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് മാറ്റി വെക്കാറുണ്ടായിരുന്നു. അത് അങ്ങോട്ട് വെക്കും, അവിടെ സുജൂദ് ചെയ്യും. അപ്പോൾ വീണ്ടും ആയിഷ റളിയല്ലാഹുവിൻ്റെ കാല് തിരിച്ചു വെക്കും, പിന്നെയും അത് നീക്കും, എന്നിട്ട് സുജൂദ് ചെയ്യും. ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അവിടെ സ്പർശനം സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ വുദു മുറിഞ്ഞിട്ടില്ല. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നിരുപാധികം മുറിയൂല എന്നോ നിരുപാധികം മുറിയും എന്നോ അല്ല, മറിച്ച് ശഹ്വത്തോടുകൂടി മുറിയും, അഥവാ ലൈംഗിക ചിന്തയോടുകൂടിയാണെങ്കിൽ മുറിയും എന്നതാണ് ഷെയ്ഖിൻ്റെ അഭിപ്രായം. അത് തന്നെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എന്തെങ്കിലും പുറത്തു പോയാൽ മുറിയും എന്നതാണ്. അതല്ലാത്ത രൂപത്തിലാണെങ്കിൽ വുദു മുറിയുകയില്ല. അത് 2 ഹദീസുകൾ നമുക്ക് കാണാം. ഒന്ന് ചുംബിച്ചു, രണ്ടാമത്തത് സാധാരണ സ്പർശിച്ചു. 2 രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടുന്ന് വുദു
മടക്കിയിട്ടില്ല. പിന്നെ ഒരു സംശയം ഉണ്ടാവുക, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കും, സൂറത്തുൽ മാഇദയിലെ വുദൂവിന്റെ ആയത്തിൽ ഔലാ മസ്തുമുൻ നിസാ എന്നൊരു പ്രയോഗമുണ്ട്. സ്ത്രീയെ സ്പർശിച്ചാൽ, അതാണ് ശാഫിഈ മദ്ഹബുകാർ തെളിവ് പിടിക്കാറുള്ളത്. സ്ത്രീയെ സ്പർശിച്ചാൽ വുദൂ മുറിയുമെന്നതാണ്, വുദൂ എടുക്കണമെന്നതാണ്. അതിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചത് ആ സ്പർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു, അൽ ജിമാ, അത് ലൈംഗിക ബന്ധമാണ്, ശാരീരിക ബന്ധമാണ് അവിടെ ഉദ്ദേശം. അത് ചെയ്താൽ വുദൂ മുറിയും, വലിയ ശുദ്ധിയാവും. ചെറിയ ശുദ്ധി എന്തായാലും ആവും, വലിയ ശുദ്ധിയും ആകും. അതാണ് ഔലാ മസ്തുമുൻ നിസാ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം. അത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടാൽ അത് സംശയം വരാതിരിക്കാനാണ് പറഞ്ഞത്. അഞ്ചാമത്തെ കാര്യം, അഞ്ചാമത്തെ വുദൂ മുറിയുന്ന കാര്യം, വമസ്സുൽ ഫർജി ബിൽ യദി ഖുബുലൻ കാന ഔ ദുബുറൻ, ഗുഹ്യാവയവം അത് മുൻഭാഗമാവട്ടെ പിൻഭാഗമാവട്ടെ കൈകൊണ്ട് സ്പർശിക്കുക. മനസ്സിലായോ? ഗുഹ്യ ഭാഗം, ലൈംഗികാവയവം കൈകൊണ്ട് സ്പർശിക്കുക. അത് മുന്നാവട്ടെ പിന്നാവട്ടെ ഏതാവട്ടെ കൈകൊണ്ട് സ്പർശിച്ചാൽ വുദൂ മുറിയും. അഥവാ കെഫ് കൊണ്ട്, അതിൻ്റെ കൈപ്പത്തിയുടെ ഉൾഭാഗമാകട്ടെ പുറംഭാഗമാകട്ടെ, ഈ രണ്ട് ഭാഗം കൊണ്ട് സ്പർശിച്ചാലും ശരി വുദൂ മുറിയും. വുദൂ മുറിയും. കൈ എന്നുകൊണ്ട് ഉദ്ദേശം കൈപ്പത്തിയാണ് ഉദ്ദേശം. കൈപ്പത്തി കൊണ്ട്, അതിൻ്റെ ഉള്ളുകൊണ്ടായാലും പുറം കൊണ്ടായാലും രണ്ടാലൊരു സ്ഥലം സ്പർശിച്ചാൽ വുദൂ മുറിയും. അഥവാ ലൈംഗിക അവയവമാണ് ഇവിടെ ഉദ്ദേശം. മുൻദ്വാരവും പിൻദ്വാരവുമാണ് ഉദ്ദേശം. അതിൻ്റെ ചുറ്റുവട്ടം സ്പർശിച്ചാൽ വുദൂ മുറിയുകയില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് സഹോദരങ്ങളെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. രണ്ട് ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഒന്ന്, തൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഗുഹ്യാവയവത്തെ കുറിച്ച് ചോദിച്ചു. അത് സ്പർശിച്ചാൽ വുദൂ മുറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ഹുവ ബിദ്അതും മിൻക, തീർച്ചയായും അത് നിന്റെ ശരീരത്തിലെ ഒരു ഭാഗം മാത്രമാകുന്നു, അത് തൊട്ടാൽ വുദൂ മുറിയുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുത്തത്. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. ബുസ്റ ബിൻത് സഫ്വാൻ റളിയല്ലാഹു അൻഹ എന്ന സഹാബി വനിത, അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ മസ്സ ദകറഹു ഫല്യതവല്ല, ആരാണോ ഗുഹ്യാവയവം ലൈംഗികാവയവം സ്പർശിക്കുന്നത് അവൻ വുദൂ എടുത്തുകൊള്ളട്ടെ. ഈ രണ്ട് ഹദീസുകളുമാണ് ചർച്ച ഉണ്ടാവാൻ കാരണം. ഒന്നിൽ പറഞ്ഞു അവയവമാണ്, അപ്പൊ തല തൊട്ടതുപോലെ കൈ തൊട്ടതുപോലെ അവിടെയും തൊട്ടാൽ വുദൂ മുറിയുകയില്ല എന്നാണ് ആദ്യത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് ആരെങ്കിലും സ്പർശിച്ചാൽ വുദൂ എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും ശരിയായ അഭിപ്രായം ഏതായിരിക്കും? ഏതായിരിക്കും? വുദൂ മുറിയോ ഇല്ലേ? തൊട്ട വുദൂ മുറിയോ? മുറിയില്ല. മറയില്ലാതെ തൊട്ടാൽ മുറിയും. തൊട്ടാൽ മുറിയും. അതെ, മുറിയും. ശരിയായ അഭിപ്രായ പ്രകാരം വുദൂ മുറിയും എന്നതാണ്. വുദൂ മുറിയും എന്നതാണ് കൂടുതൽ സൂക്ഷ്മതക്കും പണ്ഡിതന്മാരുടെ വലിയൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായവും അങ്ങനെയാണ്. തൊട്ടാൽ വുദൂ മുറിയും. അതിനവർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആദ്യം നമ്മൾ കേട്ട തൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഒറ്റപ്പെട്ട ഹദീസാണ്. എന്നാൽ ബുസ്റ ബിൻത് സഫ്വാൻ രണ്ടാമത് വുദൂ ചെയ്യണമെന്ന് പറഞ്ഞ ആ രൂപത്തിലുള്ള ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു 10-ലധികം, എത്രത്തോളം എന്ന് വെച്ചാൽ 17ഓളം സഹാബികൾ വുദൂ എടുക്കണമെന്ന് പറഞ്ഞ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹദീസിനാണ് മുൻതൂക്കം. അതുകൊണ്ട് അതാണ് നടപ്പിലാക്കേണ്ടത്. തൊട്ടാൽ വുദൂ മടക്കണം എന്നതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായി പറയപ്പെട്ടത്. അതിൽ തന്നെ ശഹവത്തോടെ ലൈംഗിക ചിന്തയോടുകൂടി അതല്ലെങ്കിൽ അങ്ങനെ തൊട്ടാൽ
എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും മറയില്ലാതെ സ്പർശിച്ചാൽ വുദൂ മടക്കലാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞു, ഇപ്പോൾ ഒരു സ്ത്രീ ചെറിയ കുട്ടിയുടെ സ്പർശിച്ചു കുളിപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ കഴുകുമ്പോൾ, എന്താണ് അവസ്ഥ? ചെറിയ കുട്ടിയുടെ സ്പർശിച്ചാൽ വുദൂ മുറിയോ? ഇല്ല. വുദൂ മുറിയോ? ഇല്ല. വുദൂ മടക്കലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വുദൂ മടക്കലാണ് നല്ലത്. കാരണം വലുത് ചെറുത് എന്ന വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മസ്സ ദക്കറഹു എന്നാണ് പൊതുവെ പറഞ്ഞത്. പൊതുവെയാണ് ആ ഹദീസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വുദൂ മടക്കലാണ് ഉത്തമം, വുദൂ മടക്കലാണ് നല്ലത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ജനാബത്ത് കുളിക്കുന്ന അവസരത്തിൽ ഒരാൾ ജനാബത്തുണ്ടായി, എന്നിട്ട് കുളിക്കുമ്പോൾ ആ കുളിക്കുന്നതിനിടയിൽ ആ ഭാഗം സ്പർശിച്ചാൽ വുദൂ മുറിയോ? ഇല്ല. ഒരാൾ ജനാബത്ത് കുളിക്കുകയാണ്, നമുക്കറിയാം ആദ്യം വുദൂ എടുക്കണം, എന്നിട്ട് കാല് ഒഴിവാക്കി ബാക്കി വെള്ളം എത്തിക്കണം, ശരീരം മുഴുവനും കഴുകി അതിനുശേഷം മാറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൾ കഴുകാറായിരുന്നു പതിവ്. ഒരാൾ ജനാബത്തിൻ്റെ കുളിച്ചു, അതിനിടയിൽ അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും സ്പർശിച്ചു എന്ന് വിചാരിക്കുക. അവസാനം കാല് കഴുകി, എന്നാൽ അയാൾ ശുദ്ധിയായി. അയാൾക്ക് എന്തില്ല? അയാളുടെ വുദൂ മുറിയുകയില്ല. എപ്പോൾ? ആദ്യം വുദൂ എടുക്കണം, കുളിക്കുന്നതിന് മുന്നേ വുദൂ എടുത്തല്ലോ, ആ വുദൂ മതി. പിന്നീട് വേറെ വുദൂ മുറിയുന്ന സംഗതി ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, മനസ്സിലായോ? കുളി പൂർത്തിയാകുന്നത് വരെ തൊടാൻ അനുവാദമുണ്ട്. കുളിക്കുന്നതിനിടയിൽ, മനസ്സിലായോ? മനസ്സിലായോ? കുളിച്ച് കഴിഞ്ഞിട്ട് തൊട്ടിട്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത്. കുളിക്കുന്നതിനിടയിൽ, വെള്ളം ഒഴിക്കുന്നതിനിടയിൽ, കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടാൽ, സ്പർശിച്ചാൽ എന്തില്ല? വുദൂ മടക്കേണ്ടതില്ല. അവസാനം കാല് കഴുകിയാൽ അയാൾക്ക് ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും അയാൾ ശുദ്ധിയായി. അയാൾക്ക് പിന്നെ നിസ്കരിക്കാം. അയാൾ ശുദ്ധിയായി. അതിനുശേഷം തൊട്ടാൽ വുദൂ മടക്കണം. അതുപോലെ അതിനുശേഷം മൂത്രമൊഴിച്ചു, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ വുദൂ മടക്കണം. അതൊരു മസ്അലയാണ്. അഞ്ചാമത്തെ വുദൂ മുറിയുന്ന കാര്യം വാക്കിലു ലഹ്മിൽ ജസൂർ, ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിക്കുക. ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചാൽ വുദൂ മുറിയും. ആറാമത്തേത് വാക്കിലു ലഹ്മിൽ ജസൂർ, ഒട്ടകമാംസം ഭക്ഷിക്കൽ വുദൂ മുറിക്കുന്ന കാര്യമാണ് എന്നത് നമ്മുടെ നാട്ടിൽ പൊതുവെ ശാഫിഈ മദ്ഹബിൽ അത് അറിയുന്നില്ല. ഇത് ഹംബലി മദ്ഹബിലെ, അതല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് എതിരായിക്കൊണ്ട് വളരെ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണിത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും രണ്ട് ഹദീസുകൾ മാത്രമേ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളൂ. രണ്ട് ഹദീസുകൾ മാത്രമേ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയം പൊതുവെ ആളുകൾക്കറിയാം. ഒട്ടകമാംസം ഭക്ഷിച്ചാൽ വുദൂ മുറിയുമെന്നത് പൊതുവെ അറിയാത്തൊരു കാര്യമാണ്. എന്നാൽ വുദൂ മുറിയും. ഇമാം അന്നവവി റഹിമഹുല്ലാ, അദ്ദേഹം ശാഫിഈ മദ്ഹബുകാരനാണ്. ഇമാം അന്നവവി അദ്ദേഹം പറഞ്ഞു, ഖാല അഹ്മദ് ഇബ്നു ഹംബൽ വ ഇസ്ഹാഖ് ഇബ്നു റാഹവൈ, അഹ്മദ് ഇബ്നു ഹംബലും ഇസ്ഹാഖ് ഇബ്നു റാഹവൈയും റഹിമഹുമല്ലാഹ്, സഹ്ഹാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദാ ഹദീസാൻ, ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും രണ്ട് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. ഹദീസു ജാബിരിൻ വ ഹദീസുൽ ബറാ, രണ്ട് ഹദീസുകളാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അതുപോലെ അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, രണ്ട് സഹാബികളിൽ നിന്നും ഈ ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വഹാദൽ മദ്ഹബു അഖ്വാ ദലീലൻ വഇൻ കാനൽ ജുംഹൂറു അലാ ഖിലാഫി. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇതാണ്, ഈ നിലപാടാണ്, ഈ വീക്ഷണമാണ് തെളിവിൻ്റെ പിൻബലമുള്ളത്. വഇൻ കാനൽ ജുംഹൂറു അലാ ഖിലാഫി, വലിയൊരു വിഭാഗം, ബഹുഭൂരിപക്ഷം അതിനെതിരാണെങ്കിലും ശരി, വലിയൊരു വിഭാഗം ഇതിനെതിരാണ്. ഒട്ടകമാംസം ഭക്ഷിച്ചാൽ വുദൂ മുറിയുകയില്ല എന്ന വാദക്കാരാണ് വലിയൊരു വിഭാഗം ആളുകൾ. എന്നാൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹവും ഇസ്ഹാഖ് ഇബ്നു റാഹവൈയും
ഈ രണ്ട് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ശരി എന്ന് ശാഫിഈ മദ്ഹബുകാരനായ ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. അപ്പോൾ ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചാൽ വുളൂ മുറിയും. ഒട്ടകത്തിൻ്റെ പാല് കുടിച്ചാൽ വുളൂ മുറിയോ? മുറിയോ? ഇല്ല, വുളൂ മുറിയുകയില്ല. ഇനി ഒട്ടകത്തിൻ്റെ മാംസം കറി ഉണ്ടാക്കി ആ കറി കൂട്ടിയാലോ വുളൂ മുറിയോ? മുറിയോ? ഇറച്ചി തിന്നില്ല, കറി മാത്രം കൂട്ടി മുറിയോ? ഇല്ല. മുറിയോ? മുറിയോ? വുളൂ മടക്കലാണ് വേണ്ടത്. വുളൂ മുറിയും എന്നതാണ് ശരിയായ അഭിപ്രായം. കാരണം മാംസം പൊതുവെ അതിൽ തിളച്ച് അതിൻ്റെ എണ്ണയും ഒക്കെ അതിലേക്ക് വരും. അപ്പോൾ പൊതുവെ അത് മാംസത്തിലാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഇനി കറി മാത്രമാണ് കൂട്ടിയത് എങ്കിലും വുളൂ മടക്കിയേക്കുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഏഴാമത്തെ കാര്യം വതഗ്സീലുൽ മയ്യിത്ത്. വതഗ്സീലുൽ മയ്യിത്ത്, മയ്യിത്ത് കുളിപ്പിക്കൽ. ഒരാൾ മയ്യിത്ത് കുളിപ്പിച്ചു എന്ന് വിചാരിക്കുക. മയ്യിത്ത് കുളിപ്പിച്ചാൽ വുളൂ മുറിയും. രണ്ടഭിപ്രായമുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ വുളൂ മടക്കണം, വുളൂ എടുക്കണം എന്നൊരഭിപ്രായമുണ്ട്. അതല്ല, വുളൂ ഇസ്തിഹ്ബാബാണ്, മുസ്തഹബാണ്, എടുത്താൽ നല്ലത് എന്ന അഭിപ്രായവും ഉണ്ട്. അപ്പം അത് സഹാബത്തിൽ നിന്ന് വന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മയ്യത്തിനെ കുളിപ്പിച്ചാൽ വുളൂ മുറിയുമോ, വുളൂ എടുക്കണോ? അദ്ദേഹം പറഞ്ഞു, അഖല്ലു മാ ഫീഹി അൽ വുളൂ, ഏറ്റവും ചുരുങ്ങിയത് വുളൂ എടുക്കലാണ് നല്ലത്. നമ്മുടെ നാട്ടിൽ പൊതുവെ മയ്യത്ത് കുളിപ്പിച്ച ആൾ പോയിട്ട് കുളിക്കുന്നതായി കാണാം. പോയി കുളിച്ച് വുളൂ എടുത്ത് വരാറുണ്ട്. അതിലേറ്റവും കുറഞ്ഞത് വുളൂ എടുത്താൽ മതി എന്ന അഭിപ്രായമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതാണ് ശൈഖ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മയ്യത്ത് കുളിപ്പിച്ചാൽ വുളൂ മുറിയും, വുളൂ മടക്കണം എന്ന അഭിപ്രായം അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എട്ടാമത്തത്, അവസാനത്തെ കാര്യം, വരിദ്ദതു അനിൽ ഇസ്ലാം ആദനല്ലാഹു മിൻ ദാലിക്. ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അരിദ്ദ, അരിദ്ദത്ത് എന്ന് പറഞ്ഞാൽ വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും സംശയം കൊണ്ടും വിശ്വാസം കൊണ്ടുമൊക്കെ ഇസ്ലാമിൽ നിന്നൊരാൾ പുറത്തേക്ക് പോകും. അങ്ങനെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കാം, മുർത്തത്തായി പോയി. അതെന്തെങ്കിലും വാക്കുകൾ കൊണ്ട്, എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യം ആയത്തോ അങ്ങനെയുള്ള എന്തെങ്കിലും സംശയിച്ചു, അതല്ലെങ്കിൽ പിഴച്ച എന്തെങ്കിലും വിശ്വാസം വിശ്വസിച്ചു, അങ്ങനെയാണെങ്കിൽ അയാൾ മുർത്തത്തായി പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും. അങ്ങനെ ഒരാൾ പുറത്തേക്ക് പോയാൽ ഇനി അയാൾ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ അയാൾ വുളൂ മടക്കണം, എങ്കിൽ അയാൾ വുളൂ എടുക്കണം, വുളൂ മടക്കണം. പരിദ്ധത്ത് വുളൂ മുറിച്ച് കളയുന്ന കാര്യമാണ്. അതിന് തെളിവായി പറഞ്ഞത് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. വുളൂ സൽക്കർമ്മമാണ്, കർമ്മമാണ്, അത് പൊളിഞ്ഞു പോകും എന്നതിന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത് സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്താണ്. അതല്ലാത്ത അഭിപ്രായവും ആ വിഷയത്തിലുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഒരു പരീക്ഷണത്തിന് നമ്മൾ മുതിരാതിരിക്കുക. അള്ളാഹു മരണം വരെ ഇസ്ലാമിലായിക്കൊണ്ട്, മുസ്ലിം ആയിക്കൊണ്ട് നമ്മെ ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാവട്ടെ. ഇതാണ് സഹോദരങ്ങളെ 8 വുളൂ മുറിയുന്ന കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ഒന്ന് വേഗം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, അൽ ഖാരിജു മിന സബീലൈൻ. എന്താണ് അതിൻ്റെ അർത്ഥം? രണ്ടാലൊരു വഴിയിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് പോവുക. 2, വൽ ഖാരിജുൽ ഫാഹിഷുൻ നജിസു മിനൽ ജസദ്, ശരീരത്തിൽ നിന്നും ധാരാളമായി നജസ് വല്ലതും പുറത്തേക്ക് പോവുക. 3, ബുദ്ധി മറഞ്ഞു പോവുക, ജവാലുൽ അഖൽ. 4, വമസ്സുൽ മർഅതി ബിശഹ്വ, സ്ത്രീയെ ലൈംഗിക ചിന്തയോടുകൂടി സ്പർശിക്കുക. 5, വമസ്സുൽ ഫർജി ബിൽ യദി ഖുബ്ലൻ കാന ഔ ദുബുറൻ, ലൈംഗിക അവയവം, ഗുഹ്യാവയവം, മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ കൈകൊണ്ട് സ്പർശിക്കുക. 6, വാക്ലു ലഹ്മിൽ ജസൂർ, ഒട്ടകമാംസം ഭക്ഷിക്കുക. 7, വതഗ്സീലുൽ മയ്യിത്ത്, മയ്യിത്ത് കുളിപ്പിക്കൽ. 8, വരിദ്ദതു അനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് പോകൽ. ആദനല്ലാഹു മിൻ ദാലിക്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതുവരെ സഹോദരങ്ങളെ 4 ഷർത്തുകളും അതോടൊപ്പം വുദൂഇൻ്റെ ഷർത്തുകളും ഫർളുകളും നിർബന്ധ കാര്യവും വുദൂ മുറിയുന്ന
കാര്യവും നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹു തആല അഅ്ലാ വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.